പർച്ചേസ് ചെയ്യണമെങ്കിൽ ഏത് കോമ്പിനേഷൻ ആയിരിക്കും പർച്ചേസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസും എന്നുവെച്ചാൽ നമ്മുടെ അപ്രയോറി അൽഗോരിതം, അസോസിയേഷൻ റൂൾസ്, അതുപോലെ FP ഗ്രോത്ത് പോലത്തെ അൽഗോരിതംസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് പൈത്തണില് ML എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ ഇതിനകത്താണ്, ലൈബ്രറിയിലാണ് നമ്മുടെ അസോസിയേഷൻ റൂൾസ്, അപ്രയോറി അൽഗോരിതം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇന്നലെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം പാൻഡാസ് ഇമ്പോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ML extend dot frequent patterns ആണ്. ഫ്രീക്വന്റ് പാറ്റേൺസ് ആ ലൈബ്രറിയിൽ നിന്ന് അപ്രയോറി അസോസിയേഷൻ റൂൾസും ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ ML extend dot pre processing ഉണ്ട്. ML extend dot pre processing എന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റയെ പ്രീ പ്രോസസ് ചെയ്യാൻ വേണ്ടി അത് വെച്ചിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ എൻകോഡർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, അതിനെ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഇത് ഒരു സാമ്പിൾ ഡേറ്റ സെറ്റ് ആണ്, ഒരു സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, ഒരു 10 ട്രാൻസാക്ഷൻസ് ഉള്ള ഒരു സാമ്പിൾ ഡേറ്റ സെറ്റ് ആണ്. ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും CSV ട്രാൻസാക്ഷൻ ഡേറ്റ സെറ്റ്സ് ഒത്തിരി നെറ്റിൽ അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ഡേറ്റ സെറ്റ് ഉണ്ട്, ട്രാൻസാക്ഷൻ ഡേറ്റ സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റേനെ എല്ലാം വൺ ഹോട്ട് എൻകോഡിംഗ് വെച്ച് ചെയ്യണം. വൺ ഹോട്ട് എൻകോഡിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വാല്യൂവിന്റെ ബേസിസിലല്ലേ, എന്ന് വെച്ചാൽ ക്യാരക്ടർ വാല്യൂസ് അല്ലേ ഇത് വരുന്നത്. ക്യാരക്ടർ വാല്യൂസിന് പകരം ഇതിനെയൊക്കെ ന്യൂമറിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അതാണ് വൺ ഹോട്ട് എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മിൽക്ക്, ബ്രെഡ്, ബട്ടർ എന്നാണെങ്കിൽ മിൽക്കിന് നമ്മൾ വാല്യൂ 1 അസൈൻ ചെയ്യും, ബ്രെഡിന് 2, ബട്ടർ 3. അപ്പൊ അടുത്തതിൽ വരുമ്പോ മിൽക്ക്, ബ്രെഡ്, ബട്ടർ അല്ലാണ്ട് നാലാമത്തെ ഒരു വാല്യൂ ആണ്. അപ്പോൾ ബിയർ 4, 1, 2 അങ്ങനെ ഓർഡർ വരും. അടുത്തതും വരുമ്പോൾ 1, 2, അടുത്ത ട്രാൻസാക്ഷൻ വരുമ്പോൾ 4, 2, ആ രീതിയിൽ. അതാണ് വൺ ഹോട്ട് എൻകോഡിങ് ചെയ്യുന്നത്. നമ്മളുടെ ക്യാരക്ടർ വാല്യൂസിനെ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ട് മാപ്പ് ചെയ്യും. നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരക്ടർ വാല്യൂസിനെ, ആ ട്രാൻസാക്ഷൻസിനെ നമ്മൾ ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ട് മാപ്പ് ചെയ്യും. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്രയോറി അൽഗോരിതം ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി അപ്രയോറി അൽഗോരിതം അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പൊ അപ്രയോറി അൽഗോരിതം ചെയ്യാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ എന്തിനാ കണ്ടുപിടിക്കണം? സപ്പോർട്ടും കോൺഫിഡൻസും കണ്ടുപിടിച്ചിട്ടാണ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സപ്പോർട്ടും കോൺഫിഡൻസ് കണ്ടുപിടിക്കാൻ നേരത്ത് നമുക്ക് ആദ്യം ഒരു ത്രെഷോൾഡ് സെറ്റ് ചെയ്യണം. എത്രയാണ് മിനിമം സപ്പോർട്ട്, നമ്മൾ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള മിനിമം സപ്പോർട്ട് എത്രയാണെന്നുള്ള ഒരു ത്രെഷോൾഡ് നമുക്ക് സെറ്റ് ചെയ്യണം. ആ ത്രെഷോൾഡ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത് 0.3 ആണ്. എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 0.3 ഉള്ള ട്രാൻസാക്ഷൻസിനെ മാത്രമേ നമ്മൾ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. 0.3 സപ്പോർട്ടിന് താഴെയുള്ള, പക്ഷെ 0.3 എങ്കിലും മിനിമം ട്രാൻസാക്ഷൻ സപ്പോർട്ട് വേണം. നമ്മുടെ ട്രാൻസാക്ഷൻസിന്റെ വാല്യൂസിനെ എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് 0.3 ഇല്ലാത്ത, സപ്പോർട്ട് ഇല്ലാത്ത എല്ലാത്തിനെയും നമ്മൾ റിമൂവ് ചെയ്യും. അങ്ങനെ അപ്രയോറി അൽഗോരിതം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് കണ്ടുപിടിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് കിട്ടി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, എല്ലാത്തിനും എബവ് 0.3 ആൻഡ് എബവ് ആണ് എല്ലാത്തിനും സപ്പോർട്ട് വാല്യൂ വരുന്നത്. അപ്പോൾ അപ്രയോറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ML extend dot frequent പാറ്റേൺസിൽ നിന്നുള്ള അപ്രയോറി ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കോൾ ചെയ്യുന്നത്. അപ്രയോറി ഫംഗ്ഷൻ ഇത് നമ്മുടെ ഡേറ്റ ഫ്രെയിം എന്താണോ അത്, സപ്പോർട്ട് വാല്യൂ, മിനിമം സപ്പോർട്ട് വാല്യൂ എത്രയാണോ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്, എന്നിട്ട് കോളം വാല്യൂസ്, കോളം നെയിംസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യണം. കോളം നെയിംസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ട്രൂ കൊടുത്തിട്ട് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ള, based on these frequent item sets we have to identify the association rules. അപ്പൊ അസോസിയേഷൻ റൂൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത്, നമുക്ക് മിനിമം കോൺഫിഡൻസ് എത്രയാണ് വേണ്ടതെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. അപ്പം ഇവിടെ ഞാൻ എന്റെ മിനിമം കോൺഫിഡൻസ് വേണം എന്ന് പറഞ്ഞിരിക്കുന്നത് 0.7 ആണ്. എന്നിട്ട് യൂസിങ് ദ ഫംഗ്ഷൻ അസോസിയേഷൻ റൂൾസ് നമുക്ക് കിട്ടിയ ഫ്രീക്വന്റ് ഐറ്റം സെറ്റും, എന്നിട്ട് മെട്രിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കോൺഫിഡൻസ് ആണ്, ത്രെഷോൾഡ് ആയിട്ട് കൊടുക്കുന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്ത മിനിമം കോൺഫിഡൻസ് ആണ്. ഇതെല്ലാം പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
എന്താണോ നമുക്ക് അസോസിയേഷൻ റൂൾസ് ജനറേറ്റ് ചെയ്യേണ്ടത് ബേസ്ഡ് ഓൺ ദിസ് മിനിമം കോൺഫിഡൻസ്, ആ റൂൾസ് ഈ വേരിയബിൾ റൂൾസ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അസൈൻ ആവും. എന്നിട്ട് നമുക്ക് അത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദി അസോസിയേഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദി അസോസിയേഷൻ റൂൾസ്. ഇവിടെ നമുക്കിവിടെ അസോസിയേഷൻ റൂൾസ് കിട്ടി. അതിനകത്ത് ആന്റിസിഡന്റിന്റെയും കോൺസിക്വന്റിന്റെയും സപ്പോർട്ട് എത്രയാണ് വരുന്നതെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അസോസിയേഷൻ റൂൾസ് അല്ലേ. അപ്പോൾ ആന്റിസിഡന്റ് ബിയർ ഒരാൾ പർച്ചേസ് ചെയ്തെങ്കിൽ ദ ചാൻസസ് ഓഫ് ഹിം പർച്ചേസിങ് ബ്രെഡ്, അതിന്റെ സപ്പോർട്ട് വരുന്ന 0.4, ബിയറിന്റെ സപ്പോർട്ട് വരുന്ന 0.4, കോൺസിക്വന്റ് ബ്രെഡിന്റെ സപ്പോർട്ട് വരുന്ന 0.8. ആ രീതിയിൽ ഇതാണ് നമുക്ക് ക്രിയേറ്റ് ആയിരിക്കുന്ന അസോസിയേഷൻ റൂൾ. ബിയർ ഇംപ്ലൈസ് ബ്രെഡ്, മിൽക്ക് ഇംപ്ലൈസ് ബ്രെഡ്, ബ്രെഡ് ഇംപ്ലൈസ് മിൽക്ക്, മിൽക്ക് ആൻഡ് ബട്ടർ ഇംപ്ലൈസ് ദാറ്റ് ദ പേഴ്സൺ വിൽ ഓൾസോ പർച്ചേസ് ബ്രെഡ്. ആ രീതിയിൽ ഇതാണ് നമുക്ക് അസോസിയേഷൻ റൂൾസ് കിട്ടിയിരിക്കുന്നത്. ഇനി ആന്റിസിഡന്റിന്റെ ബേസിസിൽ നമുക്ക് ഈ റൂൾസിനെ ഫിൽറ്റർ ചെയ്യണം. അപ്പോ ഈ റൂൾസിനെ നമ്മൾ ആന്റിസിഡന്റിന്റെ ബേസിസിൽ ഫിൽറ്റർ ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ വെച്ചിട്ടാണ്. ഈ റൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലിസ്റ്റ് ആയിട്ടില്ല കിട്ടും. ആ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഉള്ളിൽ തന്നെ ലാംഡ ഫംഗ്ഷൻ എഴുതിയിട്ട് നമ്മുടെ റൂൾസിനെ കുറച്ചുകൂടി ചെറുതാക്കിയെന്ന് വെച്ചാൽ കംപ്ലീറ്റ് റൂൾസ് എടുക്കാണ്ട് അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്യും. ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് മിൽക്കിന്റെ മാത്രം, മിൽക്ക് ആന്റിസിഡന്റ് ആയിട്ട് വരുന്ന റൂൾസ് മാത്രമാണ് നമുക്ക് ഇവിടെ ഫിൽറ്റർ ചെയ്യേണ്ടത്. അപ്പോൾ മിൽക്കാണ് ആന്റിസിഡന്റ് ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനിൽ ചെന്നു റൂൾസ് ഓഫ് ആന്റിസിഡന്റ്, പക്ഷെ ആന്റിസിഡന്റിന്റെ മാത്രം എടുത്തിട്ട് അതിനകത്ത് ഈ ലാംഡ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണം. അപ്പൊ ലാംഡ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലാംഡ ഓഫ് എക്സ് വേർ ആന്റിസിഡന്റ് ഈസ് ഇൻ എക്സ് എന്ന് വെച്ചാൽ മിൽക്ക് വരുന്ന ആന്റിസിഡന്റ് മാത്രമാണ് ഈ ലാംഡ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ റിട്ടേൺ റൂൾസ് ഓഫ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മിൽക്ക് ഏതിനൊക്കെയാണോ ആന്റിസിഡന്റ് ആയിട്ട് വരുന്നത് ആ വാല്യൂസ് മാത്രമായിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അസോസിയേഷൻ റൂൾസ് വിത്ത് മിൽക്ക് ആസ് ആന്റിസിഡന്റ് എടുക്കുമ്പോൾ രണ്ട് അസോസിയേഷൻ റൂളാണ് വരുന്നത്. അപ്പൊ അവിടെ ആന്റിസിഡന്റ് സപ്പോർട്ട്, കോൺസിക്വൻസ് സപ്പോർട്ട്, സപ്പോർട്ട്, കോൺഫിഡൻസ്, ലിഫ്റ്റ്, ലെവറേജ്, കൺവിക്ഷൻ, Z-Hands മെട്രിക്സ്, ഈ എല്ലാ മെട്രിക്സും അപ്രയോറി വെച്ചിട്ട് കിട്ടുന്ന മെട്രിക്സ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ദിസ് ഇസ് അപ്രയോറി അൽഗോരിതം. നമ്മുടെ അസോസിയേഷൻ റൂൾ മൈനിങ്ങിൽ വരുന്ന അപ്രയോറി അൽഗോരിതം ഇങ്ങനെയാണ് പൈത്തണിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ട്രാൻസാക്ഷൻസ് ഇല്ലേ, അത് നമ്മൾ അങ്ങനെ ബൈഹാർട്ട് പഠിക്കണം? അതെങ്ങനെയാ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനോ അങ്ങനെ CSV ഫയലിൽ നമുക്ക് മറ്റേതൊക്കെ ട്രാൻസാക്ഷൻസ് കാണാപ്പാടം പഠിക്കണ്ട. ട്രാൻസാക്ഷൻസ് ഈ ഡേറ്റാ സെറ്റ് അല്ലേ ചോദിച്ചാൽ കാണാപ്പാടം പഠിക്കണ്ട. ഇറ്റ് കുഡ് ബി എനിത്തിങ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. നിങ്ങൾ ഒരു ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നെസ്റ്റഡ് ലിസ്റ്റ് റൈറ്റ് ചെയ്യല്ലേ. അപ്പോൾ ഇറ്റ് കുഡ് ബി എനിത്തിങ്. നിങ്ങൾക്ക് എന്ത് ട്രാൻസാക്ഷൻസ് വേണമെങ്കിലും എഴുതാം. ഒരു 10 എണ്ണം എഴുതണമെന്നേ ഉള്ളൂ. നമുക്ക് കോമ്പിനേഷൻസ് ആണല്ലോ വേണ്ട. അപ്പൊ എന്ത് സാധനം വേണമെങ്കിലും എഴുതിയാൽ മതി. ഈ എക്സാക്ട് സെയിം ട്രാൻസാക്ഷൻസ് വേണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ വേണ്ടത് ബ്രെഡ് ബട്ടർ ജാം അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഒരു കോമ്പിനേഷൻസ് ആയിട്ട് എഴുതണം എന്നേ ഉള്ളൂ. 2 or 3 പേരിന്റെ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ചിലതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് സംഭവം ഇത്രേ ഉള്ളൂ. ഒരു ഗ്രോസറി സ്റ്റോറിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആൾക്കാർ പർച്ചേസ് ചെയ്ത ട്രാൻസാക്ഷൻസിന്റെ ഹിസ്റ്ററി എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്ത് വാല്യൂ ആണെങ്കിലും കൊടുക്കാം. ഇത് തന്നെ എക്സാക്ട്ലി കാണാപ്പാടം പഠിക്കണമെന്നില്ല. ദ ഡേറ്റ കുഡ് ബി എനിത്തിങ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതേപോലെ ആന്റിസിഡന്റ് പറഞ്ഞില്ലേ, അതായത് മിൽക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു അല്ലല്ലേ? അതെ, എന്ന് വെച്ചാൽ മിൽക്ക് കോസ് ചെയ്യുന്നത്, മിൽക്ക് പർച്ചേസ് ചെയ്യുന്ന ആള് എന്തൊക്കെ പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോ മിൽക്കാണ് കോസ് ആയിട്ട് വരുന്ന, മിൽക്ക് കോസ് ആയിട്ട് വരുന്ന ഏതൊക്കെ റൂൾസ് ഉണ്ട് അതിനെയാണ് നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ആക്ച്വലി എക്സാമിന് അപ്രയോറി അൽഗോരിതം വെച്ചിട്ട് അസോസിയേഷൻ റൂൾ മൈനിങ് മാത്രമാണ് ചോദിക്കണമെങ്കിൽ ഈ ഫിൽറ്റർ വേണം എന്നില്ല. നിങ്ങൾക്ക് ഈ റൂൾസ് വരെയും കണ്ടുപിടിച്ചാൽ മാത്രം മതി. എന്ന് പറഞ്ഞാൽ ഫർദർ അവർ ചോദിക്കുകയാണ് ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് റൂൾസ് കണ്ടുപിടിക്കണം എന്ന് ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ മാത്രമാണ് ഈ ഒരു പോർഷൻ പഠിക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങളോട് അപ്രയോറി അൽഗോരിതം നിങ്ങളുടെ ലാബ് മാനുവലിലുള്ള പോലെ അപ്രയോറി അൽഗോരിതത്തിന്റെ ഇംപ്ലിമെന്റേഷൻ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ
റൂൾസ് വരെയുള്ളത് മാത്രം പഠിച്ചാൽ മതി, അത് കഴിഞ്ഞുള്ളത് വേണമെന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയിക്കോട്ടെ. അപ്പോൾ അപ്രയോറി കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ FP ഗ്രോത്ത് ആണ്. FP ഗ്രോത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അസോസിയേഷൻ റൂള് പോലെ തന്നെ മാർക്കറ്റ് ബാസ്കറ്റ് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന വേറൊരു അൽഗോരിതം ആണ്. അസോസിയേഷൻ റൂൾ മൈൻഡിൽ വരുന്ന അൽഗോരിതം ആണ് FP ഗ്രോത്ത്. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ ലൈബ്രറീസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ അവിടെ MLextend.frequent പാറ്റേൺസിൽ നിന്ന് നമ്മൾ അപ്രയോറിയും അസോസിയേഷൻ റൂൾ മൈനിങ്ങും ആണ് ഇമ്പോർട്ട് ചെയ്തതെങ്കിൽ ഇവിടെ FP ഗ്രോത്ത് എന്ന് പറഞ്ഞ ക്ലാസ് മാത്രമാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ MLextend.pre പ്രോസസിങ് ട്രാൻസാക്ഷൻ എൻകോഡർ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് നമ്മളുടെ ട്രാൻസാക്ഷൻസിന് ഡിഫൈൻ ചെയ്തു. അവിടെ ചെയ്തതുപോലെ തന്നെ നമ്മൾ വൺ ഹോട്ട് എൻകോഡിങ് വെച്ചിട്ട് ഡേറ്റ ഫ്രെയിമിനെ ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി FP ഗ്രോത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി അവിടെ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സ് എന്ന് പറഞ്ഞാൽ അപ്രയോറി വെച്ചിട്ടാണ് കമ്പ്യൂട്ട് ചെയ്തതെങ്കിൽ ഇവിടെ FP ഗ്രോത്ത് വെച്ചിട്ടാണ് കമ്പ്യൂട്ട് ചെയ്തത്. സപ്പോർട്ട് വാല്യൂസ് സെയിം, നമ്മുടെ പാരാമീറ്റേഴ്സും സെയിം ആണ്. FP ഗ്രോത്തിലേക്ക് ഡേറ്റ ഫ്രെയിം പാസ് ചെയ്തു, മിനിമം സപ്പോർട്ട് പാസ് ചെയ്തു, കോളം നെയിംസ് ഏതാണ് കോളം നെയിംസ് യൂസ് ചെയ്യണമെന്നുള്ളത് അതും ട്രൂ ആയിട്ട് കൊടുത്തു. എന്നിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് നമ്മുടെ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഇതിനകത്തുള്ള ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സ്, പക്ഷെ ഏതൊക്കെ ഐറ്റം സെറ്റിന് 0.3ന്റെ മീതെ സപ്പോർട്ട് വരുന്നുണ്ടോ ആ ഐറ്റം സെറ്റ്സ് ആണ് നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. FP ഗ്രോത്ത് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് നമുക്ക് ഏതൊക്കെ ഐറ്റം സെറ്റ്സ് ഫ്രീക്വന്റ് ആയിട്ടുണ്ടോ അതാണ്. അപ്പോൾ ഇത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ റൂൾസ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഈ FP ഗ്രോത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സ് കണ്ടുപിടിക്കാനാണ്. ഇനി ഇതിൽ നിന്ന് റൂൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ MLextend.frequent patterns import association rules. Association rules import ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എക്സാക്ട് സെയിം കോഡ് അവിടെ ചെയ്തതുപോലെ തന്നെ റൂൾസ് ഇസ് ഈക്വൽ ടു അസോസിയേഷൻ റൂൾസ്. നമ്മൾ കണ്ടുപിടിച്ച ഫ്രീക്വന്റ് ഐറ്റം സെറ്റ്സ് മെട്രിക് കോൺഫിഡൻസ് കൊടുക്കും, മിനിമം കോൺഫിഡൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ത്രെഷോൾഡ് നമ്മൾ മിനിമം കോൺഫിഡൻസ് എത്രയാണോ ഡിഫൈൻ ചെയ്ത് അത് കൊടുക്കും. എന്നിട്ട് അസോസിയേഷൻ റൂൾസ് പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ ആന്റിസിഡന്റിന്റെ ബേസിസിൽ ഫിൽറ്ററും ചെയ്യും. ഇതാണ് FP ഗ്രോത്ത്. അപ്പോൾ നിങ്ങൾ അപ്രയോറിയുടെ കോഡിൽ നിന്ന് ആകെ വ്യത്യാസം വരുന്നത് ഈ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് കാൽക്കുലേഷനിൽ മാത്രമാണ്. അപ്രയോറിയിൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്രയോറി അൽഗോരിതം ആണ് യൂസ് ചെയ്യുന്നത്. FP ഗ്രോത്തിൽ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി FP ഗ്രോത്ത് അൽഗോരിതം ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദി ഓൺലി ഡിഫറൻസ്. ബാക്കി കോഡ് എൻറ്റയർലി സെയിം ആണ്. ഓക്കെ അല്ലേ? ഞാൻ അടുത്ത കോഡിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ. അപ്പോ ഇത് ഇത്രയും ഇപ്പൊ നമ്മൾ നോക്കിയത് അസോസിയേഷൻ റൂൾ മൈനിങ്. അത് കഴിഞ്ഞു എന്ന് വെച്ചാൽ റിലേറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന അസോസിയേഷൻ റൂൾ മൈനിങ്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ക്ലസ്റ്ററിംഗ് ആണ്. അപ്പൊ ക്ലസ്റ്ററിംഗിന്റെ ഒരു കോഡാണ് കെ മീൻസ് അൽഗോരിതം. കെ മീൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നലെ നോക്കിയത് കെ നിയറസ്റ്റ് നെയ്ബർ ക്ലാസിഫയർ. അത് ക്ലാസിഫിക്കേഷൻ ആണ്. ഒരു ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ക്ലാസ്സിൽ വരും എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് കെ നിയറസ്റ്റ് നെയ്ബർ ക്ലാസിഫയർ. കെ മീൻസ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ ക്ലസ്റ്ററിംഗ് അൽഗോരിതം ആണ്. ഒരു ബേസിക് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്ലസ്റ്ററിംഗ്? ആരെങ്കിലും ഒരാൾ പറയാം, നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്ലസ്റ്ററിംഗ്? നമുക്ക് സമയമില്ല, ഒന്ന് വേഗം ആരെങ്കിലും എന്തെങ്കിലും മറുപടി പറയാം. എനിക്ക് ജസ്റ്റ് ഒരു ധാരണ കിട്ടാനാണ്, നിങ്ങൾക്ക് അറിയാമോ എന്ന്. പെട്ടെന്ന് ഒരു മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ മൂവ് ഓൺ. ഫൈൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മുടെ കയ്യിൽ ഒരു ക്ലാസ് റൂമിൽ 10 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 10 സ്റ്റുഡൻസിനെ ഞാൻ സ്പെസിഫിക്കലി പറയാണ്, യു ഹാവ് ടു ഗ്രൂപ്പ് യുവർ സെൽസ് ബേസ്ഡ് ഓൺ യുവർ ലൊക്കേഷൻ.
നിങ്ങൾ ഏത് ലൊക്കേഷനിൽ നിന്നാണോ വരുന്നത് അതിന്റെ ബേസിസിൽ നിങ്ങൾ ഗ്രൂപ്പ്സ് ഫോം ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം. കാരണം അവിടെ ഞാൻ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞു എന്ത് ബേസിസിലാണ് നിങ്ങൾ ഗ്രൂപ്പ് ഫോം ചെയ്യേണ്ടതെന്ന്. ആ ഗ്രൂപ്പ് ഫോം ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ക്ലാസ് എന്ത് ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത് ആ ക്ലാസ് ലേബൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അതിന്റെ ബേസിസിൽ ഗ്രൂപ്പ് ഫോം ചെയ്യണതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലസ്റ്ററിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങൾ ഒരു 10 ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു 7 ഗ്രൂപ്പ് ഫോം ചെയ്യണം. എങ്ങനെ വേണം നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചോ അത് ഞാൻ പറയുന്നില്ല. ബട്ട് യു ഹാവ് ടു ഫോം 7 ഗ്രൂപ്പ്. അപ്പോ ഇറ്റ് കുഡ് ബി എനി വേ. നിങ്ങൾ ഫോം ചെയ്യുന്ന ഗ്രൂപ്പ്സ് ഇറ്റ് കുഡ് ബി എനി വേ. ചിലപ്പോ ഒന്നിച്ച് പഠിച്ച കുറച്ച് പേരായിരിക്കും ഗ്രൂപ്പ് ഫോം ചെയ്യണേ, അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് നിന്ന് വരുന്ന കുറച്ച് പേരായിരിക്കും ഗ്രൂപ്പ് ഫോം ചെയ്യണേ, അല്ലെങ്കിൽ ആദ്യം കണ്ട് പരിചയപ്പെട്ട കുറച്ച് പേരായിരിക്കും ഗ്രൂപ്പ്സ് ഫോം ചെയ്യുന്നത്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആവാം, വിച്ച് ഇസ് അപ് ടു യു. ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ക്ലസ്റ്ററിംഗ്. ക്ലസ്റ്ററിംഗിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി പറയുന്നില്ല എന്ത് ക്രൈറ്റീരിയ ബേസിസിലാണ് ഗ്രൂപ്പ് ഫോം ചെയ്യേണ്ടതെന്ന്. റാദർ ഗ്രൂപ്പ്സ് ഫോം ചെയ്യണം എന്നുള്ള കണ്ടീഷൻ മാത്രമേ പറയുന്നുള്ളൂ. ബേസ്ഡ് ഓൺ ദ ഡേറ്റ അൽഗോരിതം ഓട്ടോമാറ്റിക്കലി ഐഡന്റിഫൈ ചെയ്യും ഏതൊക്കെ ഡേറ്റ പോയിന്റ്സ് തമ്മിലാണ് സിമിലാരിറ്റി ഉള്ളത്, ഏതൊക്കെ ഡേറ്റ പോയിന്റ്സിനെ ഗ്രൂപ്പ്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. ദാറ്റ് ഇസ് കെ മീൻസ് അൽഗോരിതം. ബേസിക് കോൺസെപ്റ്റ് ആണ്. കെ മീൻസും കെ നിയറസ്റ്റ് നെയ്ബറും തമ്മിൽ കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ദാറ്റ് ഇസ് ദ ബേസിക് പോയിന്റ് ഓഫ് വാട്ട് ഇസ് ക്ലസ്റ്ററിംഗ് ആൻഡ് വാട്ട് ഇസ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ക്ലസ്റ്ററിംഗ് നമ്മൾ നോക്കുമ്പോൾ കെ മീൻസ് അൽഗോരിതം നോക്കുമ്പോൾ ആദ്യം പാൻഡാസും നംപൈ നേരത്തെ ചെയ്തതുപോലെ തന്നെ വി ഹാവ് ടു ഇമ്പോർട്ട് ദ 2 ക്ലാസ് ലൈബ്രറീസ് പാൻഡാസ് ആൻഡ് നംപൈ. പിന്നെ sklearnൽ തന്നെയാണ് sklearn.clusterൽ നിന്ന് കെ മീൻസ് ഇമ്പോർട്ട് ചെയ്യണം. sklearn.datasetൽ നിന്ന് iris ഡേറ്റാസെറ്റ് ലോഡ് ചെയ്യണം. sklearn.tree പ്രോസസ്സിംഗിൽ നിന്ന് സ്റ്റാൻഡേർഡ് സ്കെയിലർ ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് matplotlib.pyplot. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ടു ലോഡ് ദി ഡേറ്റാ സെറ്റ്. അപ്പൊ ഡേറ്റാ സെറ്റ് ലോഡ് ചെയ്യാൻ വേണ്ടി ഐറിസ് ഡേറ്റാ സെറ്റ് ആണ് ഇന്നലെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഐറിസ് ഡേറ്റാ സെറ്റ് ലോഡ് ചെയ്തു. ലോഡ് ഐറിസ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ലോഡ് ചെയ്തപ്പോൾ ഐറിസ് ഡേറ്റാ സെറ്റിന്റെ ഡേറ്റയും ലോഡ് ചെയ്തു, അതുപോലെ തന്നെ ഐറിസ് ഡേറ്റാ സെറ്റിന്റെ ടാർഗറ്റ് വാല്യൂസും ലോഡ് ചെയ്തു. ഇവിടെ പക്ഷെ നമ്മൾ ടാർഗറ്റിനെ ലോഡ് ചെയ്യുന്നില്ല, പകരം നമുക്ക് ഡേറ്റ മാത്രം മതി. എന്ന് വെച്ചാൽ ഫീച്ചേഴ്സ് മാത്രമാണ് ഇവിടെ റെലവെന്റ് ആയിട്ടുള്ളത്. ടാർഗറ്റ് ലേബിൾസ് നമ്മൾ കൊടുക്കില്ല. അപ്പൊ ലേബിൾ ക്ലാസ് നമുക്ക് വേണ്ട, പകരം ഫീച്ചർ ക്ലാസ് മാത്രമാണ് ഇവിടെ നമ്മൾ ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ സ്കെയിൽ ചെയ്യണം. സ്കെയിലിംഗ് എന്താന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നു. യൂണിഫോം ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ വാല്യൂസ് യൂണിഫോം സ്കെയിലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് സ്കെയിലർ വെച്ച് നമ്മുടെ ഡേറ്റയെ സ്കെയിൽ ചെയ്തു. എന്നിട്ട് വി ആർ അപ്ലൈയിങ് ദ കെ മീൻസ് ക്ലസ്റ്റർ. അപ്പൊ കെ മീൻസ് ക്ലസ്റ്റർ ഇവിടെ നമ്മൾ കെന്റെ വാല്യൂ 3 ആയിട്ട് നമ്മൾ അങ്ങ് ചൂസ് ചെയ്യാണ്. നമുക്ക് ഒപ്റ്റിമൽ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് കുഡ് ബി എനിത്തിങ്. നമുക്കത് എൽബോ മെത്തേഡൊക്കെ വെച്ച് ഡിറ്റർമൈൻ ചെയ്യാം. പക്ഷെ ഇവിടെ ഇപ്പോൾ അതൊന്നും ചെയ്യാണ്ട് നമ്മൾ റാൻഡംലി 3 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കണം. ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് ദ കോഡ് നമ്മൾ 3 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കണം. നമുക്ക് അറിയില്ലെങ്കിൽ വി കുഡ് യൂസ് ദി എൽബോ മെത്തേഡ് ടു ഡിറ്റർമൈൻ ദ ഒപ്റ്റിമൽ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്. ഇതിപ്പോ നമ്മൾ അതൊന്നും കൊടുക്കാണ്ട് 3 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കും. എന്നിട്ട് കെ മീൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കെ മീൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ 2 പാരാമീറ്റേഴ്സ് ആണ്. വൺ ഇസ് ദ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്. അപ്പൊ അത് കെ പാസ് ചെയ്തു. അടുത്തത് റാൻഡം സ്റ്റേറ്റ്. ഞാൻ ഇന്നലെ പറഞ്ഞു നമുക്ക് റാൻഡം ആയിട്ട് എന്ന് വെച്ചാൽ റാൻഡമൈസേഷൻ എൻഷുർ ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു ബയസ്ഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാണ്ട് റാൻഡമൈസേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാൻഡം സ്റ്റേറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ കെ മീൻസ് മോഡൽ ഇത് വെച്ച് ബിൽഡ് ചെയ്തു. എന്നിട്ട് കെ മീൻസ് ഡോട്ട് ഫിറ്റ് നമ്മുടെ സ്കെയിൽഡ് ഡേറ്റാ സെറ്റ് സ്കെയിൽ ചെയ്തത് വെച്ച് കെ മീൻസ് ഡോട്ട് ഫിറ്റ് കോൾ ചെയ്തു. എന്നിട്ട് വി കുഡ് പ്രെഡിക്ട് ക്ലസ്റ്റേഴ്സ്. കെ മീൻസ് ഡോട്ട് പ്രെഡിക്ട് എക്സ് സ്കെയിൽഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് നമ്മുടെ ക്ലസ്റ്റേഴ്സ്. എന്തൊക്കെ ക്ലസ്റ്റേഴ്സ് ഉണ്ട് അത്. എന്നിട്ട് ഈ ക്ലസ്റ്റർ ഇൻഫർമേഷന് നമുക്ക് നമ്മുടെ ഡേറ്റാ സെറ്റിൽ ഒരു കോളം ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐറിസ് DF അതിനകത്തൊരു കോളമാണ് ക്ലസ്റ്റർ ക്ലസ്റ്റർ.
അപ്പൊ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോളം ആയിട്ട് ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും, ക്ലസ്റ്റേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ സെൻട്രോയിഡ്സ് ഉണ്ട്. ഇത് കോഡ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ ആക്ച്വലി എക്സാമിന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ക്ലസ്റ്റേഴ്സ് കണ്ടുപിടിക്കുന്നില്ല. ടിൽ ദിസ് പോയിന്റ് ഈ ക്ലസ്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ, പക്ഷേ ഈ 15th പോയിന്റ് വരെയും ചെയ്താലും കെ മീൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ക്ലസ്റ്റേഴ്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്താൽ മതി. നോട്ട് നെസസറി ടു ഡു ദ റെസ്റ്റ് ഓഫ് ദ കോഡ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കി കോഡും കൂടി എഴുതിയേ ഉള്ളൂ. എക്സാമിന് വേണ്ടി ഞാൻ മുഴുവൻ ചെയ്യണമെന്നില്ല, ജസ്റ്റ് അതുവരെയും ചെയ്താലും മതി. സെൻട്രോയിഡ്സ് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉണ്ട്. സെൻട്രോയിഡ്സും കൂടി പ്രിന്റ് ചെയ്യാൻ വരാണെങ്കിൽ ഈ കോഡും കൂടി ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ സെൻട്രോയിഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സ്കെയിൽ ചെയ്തതിനെ തിരിച്ചു പഴയ രീതിയിലേക്ക് ആക്കണം. അപ്പൊ സ്കെയിലർ ഡോട്ട് ഇൻവേഴ്സ് ട്രാൻസ്ഫോം കെ മീൻസ് ഡോട്ട് ക്ലസ്റ്റർ സെന്റേഴ്സ്. ക്ലസ്റ്റർ സെന്റേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെൻട്രോയിഡ്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ സെൻട്രോയിഡ്സിനെ നമ്മൾ പ്രിന്റ് ചെയ്തു. പിന്നെ പ്ലോട്ടിംഗ് ആണ്, നമ്മുടെ 3 ക്ലസ്റ്ററിനെ പ്ലോട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലസ്റ്റർ സെൻട്രോയിഡ്സ് വരുന്നത്. ഈ വാല്യൂസ് ആണ് നമ്മുടെ ക്ലസ്റ്റർ സെൻട്രോയിഡ്സ്. ഇതാണ് നമ്മുടെ 3 ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഗ്രീൻ ഒരു ക്ലസ്റ്റർ, യെല്ലോ വരുന്നത് ഒരു ക്ലസ്റ്റർ, നമ്മുടെ വയലറ്റ് വരുന്നത് ഒരു ക്ലസ്റ്റർ. ഇതാണ് നമ്മുടെ 3 ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്തേക്കുന്നത്. ദെൻ വി ക്യാൻ പ്രെഡിക്റ്റ്. നമുക്ക് പുതിയ സാമ്പിൾ വരുമ്പോൾ വി ക്യാൻ ഐഡന്റിഫൈ വിച്ച് ക്ലസ്റ്റർ ഇറ്റ് ബിലോങ്സ് ടു. അപ്പോൾ നോക്കുമ്പോൾ ഇറ്റ് സേസ് ദാറ്റ് ഇറ്റ് ബിലോങ്സ് ടു ദ ക്ലസ്റ്റർ 1. അപ്പോൾ ഇതാണ് കെ മീൻസ് ക്ലസ്റ്ററിംഗ്. ഇസ് ദർ എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രിന്റ് ചെയ്യുന്നില്ല, നമ്മൾ പ്ലോട്ട് ചെയ്യുന്നില്ല. ലാസ്റ്റ് കോഡ് എഴുതിയിട്ടുണ്ടാവും ഒരു കൊല്ലം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 15th ലൈന് ശേഷമായിരിക്കില്ലേ? അത് കഴിഞ്ഞിട്ടുള്ള കോഡാണ്. പ്രിന്റ് ചെയ്യാനുള്ള കോഡ് ചെയ്താ ഈ പ്ലോട്ട് ഡോട്ട് എന്ന് വെച്ചാൽ മാറ്റ് പ്ലോട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി PLT ഡോട്ട് കോൾ ചെയ്തിട്ടില്ലേ, ഇതാണ് ക്ലസ്റ്ററിനെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ്. അപ്പൊ അതുവരെ 15th വരെ എഴുതിയാൽ മതിയോ നമ്മള്? ടെക്നിക്കലി നിങ്ങളോട് ചോദിക്കുന്നത് കെ മീൻസ് അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യാൻ മാത്രമാണെങ്കിൽ നിങ്ങൾ ഈ 15th വരെയും ചെയ്തു കഴിഞ്ഞാലും കറക്റ്റ് ആണ്. ആക്ച്വലി ഈ ഒരു കോഡും കൂടി ഇൻക്ലൂഡ് ചെയ്തോ, ഈ സെൻട്രോയിഡ്സും കൂടി പ്രിന്റ് ചെയ്യണ്ടല്ലേ, അതും കൂടി ഇൻക്ലൂഡ് ചെയ്തോ. ബാക്കി കോഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ 15th വരെ ദെൻ ഈ 4 ലൈൻ ഇത്രയും ചെയ്താൽ നിങ്ങൾ കറക്റ്റ് ആണ്. ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന് കംപ്ലീറ്റ് ആൻസർ അവിടെ വന്നിട്ടുണ്ട്. ബാക്കി ഇൻ കേസ് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, പ്ലോട്ട് ചെയ്യാനൊക്കെ ചോദിക്കുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വന്നാല് ബാക്കിയൊക്കെ അഡ്രസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത കോഡ് നോക്കാം. DB സ്കാന്റെ കോഡ് നോക്കാം. അപ്പോ നമ്മുടെ ഇതുപോലെ തന്നെ വേറൊരു ക്ലസ്റ്ററിംഗ് അൽഗോരിതം ആണ് DB സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളിപ്പോ നോക്കിയ കെ മീൻസ് പോലെ തന്നെ ഒരു ക്ലസ്റ്ററിംഗ് അൽഗോരിതം ആണ് DB സ്കാൻസ് അൽഗോരിതം. അപ്പൊ DB സ്കാൻ അൽഗോരിതത്തിൽ അവിടെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇവിടെ sklearn.cluster DB സ്കാൻ ഇമ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഡേറ്റാ സെറ്റ് ഇവിടെ മേക്ക് മോൺസ് എന്ന് പറഞ്ഞാൽ വേറൊരു ഡേറ്റാ സെറ്റ്, ഒന്നുമില്ല മറ്റേ ഡേറ്റാ സെറ്റ് അല്ല, പകരം വേറൊരു ഡേറ്റാ സെറ്റ് എടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് ഡേറ്റാ സെറ്റ് നമ്മൾ ലോഡ് ചെയ്യണം. അപ്പോൾ ഈ ഡേറ്റാ സെറ്റ് ആക്ച്വലി നമുക്ക് സാമ്പിൾ സൈസും കൊടുത്ത് നോയ്സും കൊടുത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഡേറ്റാ സെറ്റ്. മറ്റേന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡേറ്റാ സെറ്റ് ആയിരുന്നു. ഇത് പകരം നമുക്ക് പാരാമീറ്റേഴ്സ് കൊടുത്ത് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഡേറ്റാ സെറ്റ് ആണ്. അപ്പൊ മേക്ക് മോൺസ് ഡേറ്റാ സെറ്റ് 300 സാമ്പിളും 0.1% നോയ്സും വെച്ചിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഈ എക്സും വൈയിലും, എക്സില് ഡേറ്റാ സെറ്റിന്റെ ഫീച്ചേഴ്സും വൈയില് അതിന്റെ ടാർഗറ്റ് വാല്യൂസും വരുന്ന രീതിയിൽ നമ്മൾ ഡേറ്റാ സെറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തു. സ്റ്റാൻഡേർഡ് സ്കെയിലർ വെച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്തു. ഇനിയാണ് നമ്മളുടെ
DB scan അൽഗോരിതം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് EPS എന്നുള്ളൊരു പാരാമീറ്റർ ഉണ്ട് DB സ്കാനിൽ. ആ EPS പാരാമീറ്റർ എത്ര സ്പെസിഫൈ ചെയ്യണം നമ്മൾ നോക്കണം. DB സ്കാനിൽ DB സ്കാനിൽ ഓരോ പാരാമീറ്റേഴ്സ് ആണ്. EPS പാരാമീറ്റർ അതുപോലെ തന്നെ മിനിമം സാമ്പിൾസ് എത്രയാണ്. ഈ പാരാമീറ്റേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ DB സ്കാനിനെ മോഡൽ ബിൽഡ് ചെയ്യും. DB സ്കാൻ വിത്തിൻ പാരാമീറ്റേഴ്സ് EPS. EPS എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ എപ്സിലോൺ വാല്യൂ ആണ്. EPS is our epsilon value. Mini samples എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് സാമ്പിൾസ് എത്ര കൺസിഡർ ചെയ്യണം എന്ന് വെച്ചിട്ട് നമുക്ക് DB സ്കാൻ എന്ന് പറഞ്ഞ മോഡൽ ബിൽഡ് ചെയ്തു. എന്നിട്ട് വി കോൾ DB scan dot fit. എന്നിട്ട് ഫിറ്റിന്റെ അകത്ത് ഏതാണോ നമ്മുടെ സ്കെയിലിന്റെ ആ വാല്യൂ കോൾ ചെയ്യും. അപ്പോൾ ഇവിടെ എക്സ് സ്കെയിലാണ് നമ്മൾ സ്കെയിൽ ചെയ്തിട്ടുള്ള ഡേറ്റ. അപ്പോൾ ആ എക്സ് സ്കെയിലിൽ പാസ് ചെയ്തു. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ലേബിൾസും കോർ സാമ്പിൾസും എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ലേബിൾസ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലസ്റ്റർ ചെയ്തിട്ടുള്ള ലേബിൾസ് കിട്ടും. അതുപോലെ തന്നെ കോർ സാമ്പിൾസ് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ np.zeros ലൈക്ക് DB scan dot labels ഡേറ്റ ടൈപ്പ് കുറച്ച് ബൂളിയൻ ആയിട്ടുള്ള കോർ സാമ്പിൾസിന്റെ മാസ്ക് എക്സ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ കോർ സാമ്പിൾസിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണ് DB സ്കാനിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കണം നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്. ഈ ലേബിൾസിന്റെ ബേസിസിൽ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നോയ്സ് ഉണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്തിട്ട് നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് സെറ്റ് ഓഫ് ലേബിൾസ് -1 ഇഫ് -1 ഇൻ ലേബിൾസ് അല്ലെങ്കിൽ 0. ലേബിൾസിന്റെ വാല്യൂ -1 ആണെങ്കിൽ ലേബിൾസ് തന്നെ -1 ആണ് ലേബിൾസിൽ പാർട്ട് ആണെങ്കിൽ 1 ആണ് റിട്ടേൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 0 ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ we get the estimated number of clusters and the noise. Estimated number of clusters 2, noise points ആയിട്ട് വന്നേക്കുന്നതും 2. ഇനി ഇതിപ്പോ പ്ലോട്ടിംഗ് ആണ്. നമ്മുടെ ക്ലസ്റ്റേഴ്സിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. We can see we get 2 clusters. 2 clusters 2 noise points ആണ് നമുക്ക് കിട്ടിയത്. ഇതാണ് നമ്മുടെ DB scan algorithm implementation. ഇതോടെ എൻഡ് ഓഫ് യുവർ മെഷീൻ ലേണിംഗ് പോർഷൻ. നിങ്ങളുടെ മെഷീൻ ലേണിംഗ് പാർട്ട് കഴിഞ്ഞിട്ട് ഇനി AI പാർട്ട് ഉണ്ട്. അതിലേക്ക് കടന്നോട്ടെ ഞാനിത് ഓക്കെ ആയിട്ട്. ഇനി നമുക്ക് എൻക്വയറീസ് പ്രോബ്ലം നോക്കാം. എൻക്വയറീസ് പ്രോബ്ലം നോക്കാം. അറിയാവുന്നതല്ലേ ഇത്? എന്താണ് എൻക്വയറീസ് പ്രോബ്ലം എന്ന് അറിയാലോ എല്ലാവർക്കും. എൻക്വയറീസ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ചെസ് ബോർഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് n നമ്പർ ഓഫ് ക്യൂൻസിനെ പ്ലേസ് ചെയ്യണം. such that no 2 ക്യൂൻസ് ക്യാൻസൽ ചെയ്യും. n നമ്പർ ഓഫ് ക്യൂൻസിനെ പ്ലേസ് ചെയ്യണം. അപ്പൊ ക്യൂനെ എങ്ങനെയാണ് മൂവ് ചെയ്യാം? സൈഡ് വൈസ് മൂവ് ചെയ്യാം, അതുപോലെ തന്നെ ഡയഗണലി മൂവ് ചെയ്യാം. ഈ സൈഡ് വൈസും ഡയഗണലി മൂവ് ചെയ്ത് ഒരു ക്യൂനെ പ്ലേസ് ചെയ്യുന്നത് മറ്റൊരു ക്യൂനെ കൊല്ലാൻ പാടില്ല. ആ രീതിയിൽ n നമ്പർ ഓഫ് ക്യൂൻസിനെ നമ്മുടെ ചെസ് ബോർഡിൽ പ്ലേസ് ചെയ്യും. അതാണ് എൻക്വയറീസ് പ്രോബ്ലം അഡ്രസ് ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് 3 ഫങ്ഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ലാബ് മാനുവൽ ആക്ച്വലി റിക്കേർഷൻ ഇല്ലാണ്ടും റിക്കേർഷൻ ബാക്ക്ട്രാക്കിങ്ങും വെച്ചിട്ടും ചെയ്യുന്ന കോഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ആണ് ഡിഫൈൻ ചെയ്തത്. ത്രീപ്പാണോ അല്ലേ? പക്ഷെ എനിക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഡിറ്റർമൈൻ ചെയ്യും whether the next point that I intend to move is 3 or not. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബോർഡ് പാസ് ചെയ്തു, റോ ഏതാണ് കോളം ഏതാണുള്ള വാല്യൂ പാസ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ചെക്ക് ചെയ്യും. ബോർഡ് ഓഫ് 5 കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സെയിം ലൈനിൽ തന്നെയാണോ വരുന്നത്. പക്ഷെ സൈഡ് വൈസ് മൂവ് ചെയ്യുമ്പോൾ ക്യൂൻ കിട്ടിയാൽ ചാൻസ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടലി വർക്കിംഗ് ചെയ്തു, അതുപോലെ തന്നെ ഡയഗണലി ചെയ്തു. ഈ 3 കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതാണ്. 1
ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എൻഡിയൻസ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇപ്പൊ എൻഡിയൻസ് പ്രോബ്ലം എങ്ങനെ കോൾ ചെയ്യുന്നത് നമ്മളിവിടെ ആദ്യം എന്റേതായ സ്പെസിഫൈ ചെയ്തു. ഇവിടെ ഞാൻ എൻഡിയൻസ് 4 ആണ് സ്പെസിഫൈ ചെയ്തത്. എന്നെ കുറിച്ച് 4 വെച്ചിട്ട് സോൾവ് എൻഡിയൻസ് ഫംഗ്ഷൻ കോൾ ചെയ്തു. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്നെ കുറിച്ച് 4 ഇവിടെ പാസ് ചെയ്തു. ഇനി ഇവിടെ ബോർഡിൽ എല്ലാ പൊസിഷൻസിന്റെ വാല്യൂവിനെയും ഞാൻ -1 ഇനിഷ്യലൈസ് ചെയ്തു. അപ്പോൾ 4/4 ആണ് എല്ലാ പൊസിഷൻസിന്റെ വാല്യൂസിനെയും -1 ഇനിഷ്യലൈസ് ചെയ്തു. സൊല്യൂഷനെ എംപ്റ്റി ആക്കി സ്റ്റാർട്ടിന് ശേഷം start with if rho is equal to n, rhoയും എൻ്റെ വാല്യൂ സെയിം ആണെങ്കിൽ സൊല്യൂഷനിലേക്ക് നമ്മുടെ എംപ്റ്റി കോഡ് എന്നുവെച്ചാൽ എല്ലാ വാല്യൂസും ഉള്ള ബോർഡിന് എംപ്റ്റി കോഡല്ല എൻറ്റയർ വാല്യൂസ് ഉള്ള ബോർഡില്ലേ സ്റ്റാർട്ട് ഫിനിഷ് ബോർഡിൽ വരുന്ന ബോർഡെന്ന് പറഞ്ഞതിനകത്ത് വരുന്ന എല്ലാ വാല്യൂസും വെച്ചിട്ട് സൊല്യൂഷൻസിലേക്ക് അറ്റൻഡ് ചെയ്യും. അല്ലെങ്കിൽ കോളം എന്ത് റേഞ്ചിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ആണെങ്കിൽ ബോർഡ് ഓഫ് റോ കോളം എന്നിട്ട് റിക്കർസീവ് ആയിട്ട് വീണ്ടും ബോർഡ് റോ പ്ലസ് 1 അടുത്ത റോയിലേക്കുള്ള വാല്യൂ സൊല്യൂഷൻ. ഈ രീതിയിൽ റിക്കർസീവ്ലി കമ്പ്യൂട്ട് ചെയ്ത് ഫൈനലി നമുക്ക് നമ്മുടെ സൊല്യൂഷൻ കിട്ടും.
സൊല്യൂഷൻ കിട്ടിയിട്ട് ജസ്റ്റ് പ്രിന്റിംഗ് ദ സൊല്യൂഷൻ. അതാണ് നമ്മുടെ 4x4 എൻക്യൂൻസ് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. 4x4 ആയിട്ട് 4 എന്ന് പറഞ്ഞാൽ n വാല്യൂ വെച്ചിട്ട് 4x4 ആയിട്ടുള്ള എൻക്യൂൻസ് പ്രോബ്ലം ഈ രീതിയിലാണ് അഡ്രസ് ചെയ്യുന്നത്. കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ ലൈബ്രറീസ് അല്ല ഇതിൽ യൂസ് ചെയ്യേണ്ടത്. ഇതെന്ന് വെച്ചാൽ പക്ക കോഡിംഗ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കാണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് മനസ്സിലാവും. പക്ഷെ ലോജിക് ആണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് അറിയാമെങ്കിൽ ഞാൻ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായിട്ടോ. വർക്കിംഗ് അറിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? ഞാൻ അടുത്ത അൽഗോരിതത്തിലേക്ക് പോയിക്കോട്ടെ. അടുത്തത് നമ്മുടെ മിൻമാക്സ് അൽഗോരിതം ആണ്. മിൻമാക്സ് അൽഗോരിതം നിങ്ങൾക്ക് അറിയാമായിരിക്കും. മിൻമാക്സ് അൽഗോരിതം എന്ന് വെച്ചാൽ നമ്മുടെ ഗെയിം തിയറിയിൽ വരുന്ന അൽഗോരിതം ആണ്. അപ്പോൾ ഗെയിം തിയറിയിൽ വരുന്ന അൽഗോരിതം എന്ന് വെച്ചാൽ ഇതിനകത്ത് സപ്പോസ് ഈ ഒരു ഗെയിം കൺസിഡർ ചെയ്യുക. അതിനകത്ത് 4 ഫൈനൽ സ്റ്റേറ്റ് ആണ് ഉള്ളത്. 3, 5, 2, 9 എന്ന് പറഞ്ഞാൽ 4 ഫൈനൽ സ്റ്റേറ്റ്സ് ആണുള്ളത്. 2 പ്ലെയേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു മാക്സിമൈസിങ് പ്ലെയറും ഉണ്ടാവും, ഒരു മിനിമൈസിങ് പ്ലെയറും ഉണ്ടാവും. മാക്സിമൈസിങ് പ്ലെയറിന്റെ പേർപ്പസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമൈസിങ് പ്ലെയർ ഓൾവേസ് ട്രൈസ് ടു മാക്സിമൈസ് സ്കോർ. പക്ഷെ മാക്സിമൈസിങ് പ്ലെയർ അയാളുടെ സ്വന്തം സ്കോർ മാക്സിമം ആക്കാൻ നോക്കും. Then we have another player who is the minimizing player. ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമൈസിങ് പ്ലെയറിന്റെ സ്കോർ കുറയ്ക്കാൻ, സ്വന്തം സ്കോർ കൂട്ടാനല്ല, പകരം മാക്സിമൈസിങ് പ്ലെയറിന്റെ സ്കോർ മിനിമൈസ് ചെയ്യുന്നതാണ് മിനിമൈസിങ് പ്ലെയറിന്റെ പേർപ്പസ്. അപ്പൊ 2 പ്ലെയേഴ്സ് ഉണ്ട്, മാക്സിമൈസിങ് പ്ലെയർ ആൻഡ് മിനിമൈസിങ് പ്ലെയർ. Maximizing player tries to increase his score and minimizing player tries to decrease the maximizing player score. ഇതാണ് ബേസിക് കോൺസെപ്റ്റ് മിൻമാക്സ് അൽഗോരിതത്തിന്റെ. ഈ ഒരു എക്സാമ്പിളില് നമ്മുടെ കയ്യില് നമ്മുടെ ഈ മാക്സിമൈസിങ് പ്ലെയർ ഉണ്ട്. അപ്പൊ മാക്സിമൈസിങ് പ്ലെയറിന്റെ ടേൺ ആവുമ്പോൾ മാക്സിമൈസിങ് പ്ലെയർ ലെഫ്റ്റിലേക്ക് പോയി. ഫസ്റ്റ് മൂവ് മാക്സിമൈസിങ് പ്ലെയർ ഈ ട്രീ ട്രാവേഴ്സ് ചെയ്യുന്നതാണ്. ഇത് മാക്സിമം സ്കോർ ജനറേറ്റ് ചെയ്തിട്ട് ട്രീ ട്രാവേഴ്സ് ചെയ്യും. അപ്പോൾ ഈ മാക്സിമൈസിങ് പ്ലെയർ ആദ്യം ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തു. ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ടേൺ എന്ന് പറഞ്ഞാൽ മിനിമൈസിങ് പ്ലെയറിന്റെയാണ്. അപ്പൊ മിനിമൈസിങ് പ്ലെയർ നോക്കും. മിനിമൈസിങ് പ്ലെയർ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മാക്സിമൈസിങ് പ്ലെയറിന് 5 എന്നുള്ള വാല്യൂ കിട്ടും. അതേസമയം മിനിമൈസിങ് പ്ലെയർ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മാക്സിമൈസിങ് പ്ലെയറിന് അടുത്തത് 3 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ മിനിമൈസിങ് പ്ലെയർ എന്ത് ചെയ്യും? ലെഫ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യും. അപ്പോൾ 3 എന്ന് പറഞ്ഞ ലീഫാണ് കിട്ടുന്നത്. അടുത്തത് റൈറ്റ് ബ്രാഞ്ച് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ റൈറ്റിലേക്ക് പോകുമ്പോൾ മാക്സിമൈസിങ് പ്ലെയർ ഇവിടെ എത്തി. ഇനിയിപ്പോ ഈ പോയിന്റിൽ മിനിമൈസിങ് പ്ലെയറിന്റെ ടേൺ ആണ്. മിനിമൈസിങ് പ്ലെയർ നോക്കും. 2 and 9 ഉണ്ട്. അപ്പൊ ലെഫ്റ്റിലേക്ക് പോയ മാക്സിമൈസിങ് പ്ലെയറിന്റെ സ്കോർ കുറയും, റൈറ്റിലേക്ക് പോയ മാക്സിമൈസിങ് പ്ലെയറിന്റെ സ്കോർ കൂടും. ഒബ്വിയസ്ലി മിനിമൈസിങ് പ്ലെയർ ലെഫ്റ്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ മാക്സിമൈസിങ് പ്ലെയറിന്റെ കയ്യിലുള്ളത് 2 ചോയ്സ് ആണ്. ഹി ഹാസ് വാല്യൂ 3 ആൻഡ് ഹി ഹാസ് വാല്യൂ 2. ഈ 2 വാല്യൂന്റെ ബേസിസിൽ ഏതാണ് മാക്സിമം ആക്കാൻ പറ്റിയത്? 3 ആണ്. അപ്പോൾ ഒപ്റ്റിമൽ വാല്യൂ ഇവിടെ മാക്സിമൈസിങ് പ്ലെയർ ചൂസ് ചെയ്യുന്നത് 3 ആയിരിക്കും. ഇതാണ് മിൻമാക്സ് അൽഗോരിതത്തിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കോഡ് നോക്കാം. ഇവിടെ ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റിലെ വാല്യൂസ് ഇപ്പൊ നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ 3, 5, 2, 9 വരെ ഉള്ളൂ. ഇവിടെ കുറച്ചും കൂടി വാല്യൂസ് ഉണ്ട്. 12, 5, 23, 23 എന്ന് പറഞ്ഞാൽ കുറച്ച് വാല്യൂസും കൂടി ഉണ്ട്. എന്നിട്ട് ട്രീയുടെ ഡെപ്ത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം. ട്രീയുടെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ math.log വിത്തിൻ ബ്രാക്കറ്റ്സ് ലെങ്ത് ഓഫ് സ്കോർസ്, 2. ഈ സ്കോറിന്റെ സ്കോർ എന്ന ലെങ്ത് എത്രയാണോ ആ ലെങ്തിനെ log 2 ചെയ്തിട്ടാണ് നമ്മൾ ട്രീന്റെ ഡെപ്ത് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ലിസ്റ്റിന്റെ ലെങ്ത് log 2 ആണ്. ട്രീയുടെ ഡെപ്ത് എത്ര വേണം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. എന്നിട്ട് ഒപ്റ്റിമൽ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മിൻമാക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യും. അപ്പൊ മിൻമാക്സിലേക്ക് ഫസ്റ്റ് പാരാമീറ്റർ 0, സെക്കൻഡ് പാരാമീറ്റർ 0, തേർഡ് പാരാമീറ്റർ ട്രൂ,
Fourth parameter is course. Fifth parameter എന്ന് പറഞ്ഞാൽ ട്രീ ഡെപ്ത് ആണ്. ഈ പാരാമീറ്റേഴ്സ് ഒക്കെ നമ്മൾ മിൻമാക്സിലേക്ക് പാസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് പാരാമീറ്റർ 0 എന്ന് പറഞ്ഞാൽ ഡെപ്ത് ആണ്. സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നോഡ് ഇൻഡെക്സ് ആണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ കറന്റ് ഡെപ്തും സെക്കൻഡ് നോഡ് ഇൻഡെക്സ്, പിന്നെ മാക്സിമം ടേൺ, സ്കോർ, ടാർഗറ്റ് ഡെപ്ത്, എത്രയാണോ നമ്മുടെ ടാർഗറ്റ് ഡെപ്ത് അത്. അപ്പോൾ ആദ്യം കറന്റ് ഡെപ്തും ടാർഗറ്റ് ഡെപ്തും റീച്ച് ചെയ്തോ നോക്കും. റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്കോഴ്സിനെ റിട്ടേൺ ചെയ്യണം നോഡ് ഇൻഡെക്സ് വെച്ചിട്ട്. നോഡ് ഇൻഡെക്സ് സ്കോഴ്സ് ഓഫ് നോഡ് ഇൻഡെക്സ് റിട്ടേൺ ചെയ്യും. എന്ന് വെച്ചാൽ ആ സമയത്ത് ഏത് നോഡാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ നോഡായിരിക്കും നമ്മുടെ ഒപ്റ്റിമൽ വാല്യൂ, അത് റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ ഇഫ് മാക്സ് ടേൺ ആണെങ്കിൽ റിട്ടേൺ മാക്സ് ഓഫ്, വീണ്ടും റിക്കേഴ്സീവ് ആയിട്ട് കോൾ ചെയ്യും ഇതേ ഫംഗ്ഷന് തന്നെ. കറന്റ് ഡെപ്ത് പ്ലസ് 1, നോഡ് ഇൻഡെക്സ് ഇൻറ്റു 2, നമ്മുടെ ഇത് മാക്സ് ടേണിനെ ഫോൾസ് ആക്കും, പിന്നെ സ്കോഴ്സിന്റെ വാല്യൂ ടാർഗറ്റ് ഡെപ്ത്. വീണ്ടും എന്ന് വെച്ചാൽ ഇതിൽ രണ്ടിലും മാക്സിമം വാല്യൂ ആണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കറന്റ് ഡെപ്ത് പ്ലസ് 1, നോഡ് ഇൻഡെക്സ് ഇൻറ്റു 2 എന്ന് വെച്ചാൽ ലെഫ്റ്റും റൈറ്റും ബ്രാഞ്ച് നമ്മൾ ഐട്രേറ്റ് ചെയ്ത് നോക്കുന്നതാണ് മാക്സ് ടേൺ എത്തിയിട്ടുണ്ടെങ്കിൽ. ഇവിടെ എന്ന് വെച്ചാൽ റൂട്ടിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് വേണമെന്ന് നോക്കും, അത് കഴിഞ്ഞാൽ അടുത്ത ലെഫ്റ്റും റൈറ്റും അങ്ങനെ ഐട്രേറ്റ് ചെയ്ത് പോകുന്നതാണ് ഈ ഒരു ഇഫ് എൽസ് കണ്ടീഷൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നോഡ് ഇൻഡെക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോകും, നോഡ് ഇൻഡെക്സ് ഇൻറ്റു 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോകും. ആ രീതിയിൽ ഇവിടെയും അതുപോലെ തന്നെ മാക്സ് ടേൺ അല്ലെങ്കിൽ തിരിച്ച് റൈറ്റിലേക്ക്, എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടു റൂട്ടിൽ നിന്ന് ആദ്യം ലെഫ്റ്റ് ഇതിനകത്തേക്ക് പോയി എന്നിട്ട് വീണ്ടും തിരിച്ച് റൈറ്റിനകത്തേക്ക് പോയി. അപ്പൊ മാക്സിന്റെ ടേൺ ആണെങ്കിൽ നമ്മുടെ മാക്സിമൈസിങ് പ്ലെയറിന്റെ ടേൺ ആണ് കളിക്കേണ്ടതെങ്കിൽ നമ്മളിവിടെ മാക്സ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതല്ല മിനിമൈസിങ് പ്ലെയറിന്റെ ടേൺ ആണെങ്കിൽ ലെഫ്റ്റും റൈറ്റും ട്രാവേഴ്സ് ചെയ്തിട്ട് മിനിമം വാല്യൂ ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ ചെയ്യുന്നത്. മാക്സിമൈസിങ് പ്ലെയർ ആണെങ്കിൽ റിക്കേഴ്സീവ് ആയിട്ട് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കും. അതല്ല മിനിമൈസിങ് പ്ലെയറിന്റെ ടേൺ ആണെങ്കിൽ റിക്കേഴ്സീവ് ആയിട്ട് മിനിമം വാല്യൂ കണ്ടുപിടിക്കും. അപ്പൊ മാക്സിമൈസിങ് പ്ലെയറിന്റെ ടേൺ കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് മിനിമൈസിങ് പ്ലെയറിന്റെ ടേൺ ആണ്. അപ്പോൾ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പാസ് ചെയ്യേണ്ടത് ഇവിടെ ഫോൾസ് എന്നാണ്. എന്ന് വെച്ചാൽ മാക്സിമൈസിങ് പ്ലെയറിന്റെ ടേൺ അല്ലാന്ന്. എൽസ് കണ്ടീഷനിൽ മിനിമൈസിങ് പ്ലെയർ കളിച്ചു കഴിഞ്ഞാൽ അടുത്തത് മാക്സിമൈസിങ് പ്ലെയറിന്റെ ടേൺ ആണ്. അപ്പൊ മാക്സ് ടേൺ ഈക്വൽസ് ട്രൂ എന്ന് പറഞ്ഞ് കൊടുക്കും. ഇങ്ങനെ റിക്കേഴ്സീവ്ലി കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ വി ഗെറ്റ് അവർ ഒപ്റ്റിമൽ വാല്യൂ വിച്ച് ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ് ഇസ് 12. ഇതാണ് നമ്മുടെ മിൻ മാക്സ് അൽഗോരിതം. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് നോക്കാനുള്ളത് ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരാന്ന് പറഞ്ഞുതരുമോ? എന്തോ വൈവ ക്വസ്റ്റ്യൻസ് ഇല്ലേ? നിങ്ങൾക്ക് ഞങ്ങളുടെ തിയറി പോർഷൻസ് ഇതുവരെയും കണ്ടിട്ടില്ല, എനിക്ക് അതുകൊണ്ട് അറിയില്ല. തിയറിയുടെ ആ പോർഷൻസിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക. മെഷീൻ ലേണിംഗും AI രണ്ടും വരുന്നില്ല. തിയറി നിങ്ങളുടെ ഈ സബ്ജക്റ്റിന്റെ തിയറിയിൽ നിന്നായിരിക്കും വരുന്നത്. ഞാൻ തിയറി നിങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ, എനിക്ക് അതുകൊണ്ട് വലിയ ഐഡിയ ഇല്ല. ലാബ് ലെവലാണെങ്കിൽ ഇപ്പോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നോക്കിയില്ലേ, ഇതിന്റെ കറസ്പോണ്ടിങ് തിയറി ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ ഇപ്പൊ കെ മീൻസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ക്ലസ്റ്ററിങ്ങിനാണെങ്കിൽ അതിന്റെ കെ വാല്യൂ നിങ്ങൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും? അപ്പൊ ഞാൻ പറഞ്ഞു ഒപ്റ്റിമൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് കുറെ മെത്തേഡ്സ് ഉണ്ട്. എൽബോ മെത്തേഡ് ഒക്കെ പോലെ കുറെ മെത്തേഡ്സ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഈ BFSഉം DFSഉം IDDFSഉം ബെസ്റ്റ് FS ഇതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കണ്ടാവുക. പക്ഷെ എന്താണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതിന്റെ അൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ കോംപ്ലക്സിറ്റി ചോദിക്കാം. എനിക്ക് അറിയില്ല നിങ്ങളുടെ തിയറിയിൽ കോംപ്ലക്സിറ്റി ഒക്കെ ഉണ്ടോ. കോംപ്ലക്സിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മെഷീൻ ലേണിംഗ് പാർട്ടിൽ എന്തായാലും അൽഗോരിതം ഡിപ്പെൻഡ് ആയിട്ട് കുറെ ചോദിക്കാണ്ടല്ലോ. പാരാമീറ്റേഴ്സ് ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്. ഇപ്പോൾ പാരാമീറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഡിസിഷൻ ട്രീ ആണെങ്കിൽ നിങ്ങൾ ഇംപ്യൂരിറ്റി സ്കോറും ഇൻഡെക്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണ്? നമ്മൾ കോഡിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫംഗ്ഷൻ കോൾ ചെയ്യണം. അവിടെ നമ്മളിത് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ മാനുവലി ഡിസിഷൻ ട്രീ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ജിനി ഇൻഡെക്സും ഇംപ്യൂരിറ്റിയും ഇതൊക്കെ നിങ്ങൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യണ്ട. അപ്പോൾ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇപ്പോ നെയ്വ് ബേസ്ഡ് ക്ലാസിഫയർ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ നെയ്വ് എന്ന ആ പേര് വന്നത്? നെയ്വ് ബേസ്ഡ് ക്ലാസിഫയർ പ്രോബബിലിറ്റി ബേസ്ഡ് ക്ലാസിഫയർ ആണല്ലോ. വൈ ഡസ് ഇറ്റ് ഹാവ് ദ നെയിം നെയ്വ് എന്നുള്ളത്? അങ്ങനെ നിങ്ങളുടെ തിയറി ബേസിസിലായിരിക്കും എന്തായാലും. വൈവക്ക് ലാബിനെക്കാട്ടും കൂടുതൽ തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ സബ്ജക്റ്റിന്റെ കറസ്പോണ്ടിങ് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാനാണ് ചാൻസ് ഉള്ളത് ലാബിനെക്കാട്ടും കൂടുതൽ. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ. അപ്പൊ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽഫ ബീറ്റ പ്രൂണിംഗ് ആണ്. ഇതും ആക്ച്വലി മിൻമാക്സ് ചെയ്യുന്ന അതേ പർപ്പസ് തന്നെയാണ് ആൽഫ ബീറ്റ പ്രൂണിംഗ് നമുക്ക് ചെയ്യുന്നത്. ആൽഫ ബീറ്റ പ്രൂണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൻമാക്സ് നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് എക്സാക്ട്ലി അത് തന്നെയാണ് ആൽഫ ബീറ്റ പ്രൂണിംഗിലും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആൽഫ ബീറ്റ പ്രൂണിംഗിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൻമാക്സില് നമുക്ക് ട്രീ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ആ ഗ്രോ ചെയ്യുന്ന ട്രീന്റെ വെച്ചിട്ട് നമ്മൾ ഒപ്റ്റിമൽ വാല്യൂ കണ്ടുപിടിക്കും. ആൽഫ ബീറ്റ പ്രൂണിംഗിൽ അറ്റ് സം പോയിന്റ് നമുക്ക് തോന്നാണ് ആ ഒരു പെർട്ടിക്കുലർ ഇത് നോക്കിയിട്ട് കാര്യമില്ല, കാരണം ഇറ്റ് വിൽ നോട്ട് റിസൾട്ട് ഇൻ ആൻ ഒപ്റ്റിമൽ വാല്യൂ. അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നുകയാണെങ്കിൽ ആ ബ്രാഞ്ചിന് പ്രൂൺ ചെയ്ത് നമ്മൾ കളയും. ഇങ്ങനെയാണ് ആൽഫ ബീറ്റ പ്രൂണിംഗ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ a branch which is not necessary അതിനെ പ്രൂൺ ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും ആൽഫ ബീറ്റ പ്രൂണിംഗ് നമുക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം നമ്മളുടെ ട്രീനെ പാസ് ചെയ്തു. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ദിസ് ഇസ് ദ സാമ്പിൾ ട്രീ വി ആർ കൺസിഡറിങ്. റൂട്ട് നോഡ് 3, then 5, 6, 9, 12, 10, 15. ഇതാണ് നമ്മുടെ ട്രീ. ആ ട്രീനെ നമ്മൾ ഒരു മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ മിൻമാക്സ് അൽഗോരിതം, മിൻമാക്സ് പറഞ്ഞാൽ ആൽഫ ബീറ്റ പ്രൂണിംഗ് അൽഗോരിതം, അത് കോൾ ചെയ്തു. എന്നിട്ട് ട്രീനെ പാസ് ചെയ്തു. ട്രീ എന്ന് പറഞ്ഞതിന്റെ ഇത് പാസ് ചെയ്ത് കൊടുത്തു, ഡെപ്ത് പാസ് ചെയ്ത് കൊടുത്തു. പിന്നെ മാക്സിമൈസിങ് പ്ലെയറിനെ ഫ്ലോട്ട് ഓഫ് നെഗറ്റീവ് ഇൻഫിനിറ്റി കൊടുത്തു. ആൽഫേനെ ഫ്ലോട്ട് ഓഫ് ഇൻഫിനിറ്റി കൊടുത്തു. അതുപോലെ തന്നെ ബീറ്റ വാല്യൂ നമ്മൾ പാസ് ചെയ്ത് കൊടുത്തില്ല, അസ്യൂം ചെയ്തു. അല്ല, മാക്സിമൈസിങ് പ്ലെയർ ഫസ്റ്റ് ഐറ്ററേഷനിൽ മാക്സിമൈസിങ് പ്ലെയറിന് ട്രൂ ആയിട്ട് കൊടുത്തു. എന്നിട്ട് ആൽഫേന്റെയും ബീറ്റയുടെയും വാല്യൂ, ആൽഫ നെഗറ്റീവ് ഇൻഫിനിറ്റി, ബീറ്റ പോസിറ്റീവ് ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് ഡെപ്ത് 0 അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ടെർമിനൽ നോഡ്, ലീഫ് നോഡ് എത്തിയെങ്കിൽ ഐട്രേറ്റ് ചെയ്ത് ലീഫ് നോഡ് എത്തുവാണെങ്കിൽ ആ പർട്ടിക്കുലർ നോഡിനെ നമ്മൾ റിട്ടേൺ ചെയ്തു. അതല്ലെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ മാക്സിമൈസിങ് പ്ലെയറിന്റെ ഇറ്ററേഷൻ ആണെങ്കിൽ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കും. മിനിമൈസിങ് പ്ലെയറിന്റെ ഇറ്ററേഷൻ ആണെങ്കിൽ മിനിമം വാല്യൂ വെച്ചിട്ട് റിക്കേഴ്സീവ് ആയിട്ട് കണ്ടുപിടിക്കും. നമ്മുടെ മിൻമാക്സും ആൽഫ ബീറ്റ പ്രൂണിങ്ങും ബേസിക്കലി ചെയ്യുന്ന ഒരേ കാര്യം തന്നെയാണ്. മാക്സിമൈസിങ് പ്ലെയർ ആണെങ്കിൽ റിക്കേഴ്സീവ് ആയിട്ട് കണ്ടുപിടിക്കും, മാക്സിമം വാല്യൂ റിക്കേഴ്സീവ് ആയിട്ട് കണ്ടുപിടിക്കും. മിനിമൈസിങ് പ്ലെയറിന്റെ ടേൺ ആണെങ്കിൽ മിനിമം വാല്യൂ റിക്കേഴ്സീവ് ആയിട്ട് കണ്ടുപിടിക്കും. മാക്സിമൈസിങ് പ്ലെയറിന്റെ ട്രെയിൻ ആണെങ്കിൽ മാക്സിമൈസിങ് ഇതെന്ന് പറഞ്ഞാൽ ഒരു പാരാമീറ്റർ ഇല്ലേ മാക്സിമൈസിങ് എന്ന് പറഞ്ഞാൽ, മാക്സിമൈസിങ് പ്ലെയർ അത് ഫോൾസ് ആയിട്ട് സെറ്റ് ചെയ്യണം. മിനിമൈസിങ് പ്ലെയറിന്റെ ടേൺ ആണെങ്കിൽ ആ വാല്യൂവിനെ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ആൽഫ ബീറ്റ പ്രൂണിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് നമുക്കുള്ളത് നമ്മുടെ DFSഉം EFSഉം അൽഗോരിതം, സെപ്പറേറ്റ് ഫസ്റ്റ് റിസർച്ചും ഡെപ്ത് ഫസ്റ്റ് റിസർച്ചും അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തിരുന്ന ഗ്രാഫ്. 4 നോഡുണ്ട്. 1ൽ നിന്ന് 2ലേക്ക് ഒരു നോഡുണ്ട്, 0ൽ നിന്ന് 1ലേക്ക് ഒരു നോഡുണ്ട്, 2ൽ നിന്ന് 3ലേക്ക് ഒരു നോഡുണ്ട്, അതുപോലെ തന്നെ 0ലേക്ക് ഒരു നോഡുണ്ട്, 3ൽ നിന്ന് സെൽഫ് ലൂപ്പ് ഉണ്ട്. അതാണ് നമ്മുടെ ഗ്രാഫ്. ആദ്യം
ഗ്രാഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഗ്രാഫിലേക്ക് ഓരോ എഡ്ജസിനെ ആഡ് ചെയ്ത് പോയി. ഏതൊക്കെ നോട്ട്സ് തമ്മിലാണ് എഡ്ജസ് ഉള്ളത് ആ എഡ്ജസ് നമ്മൾ ആഡ് ചെയ്ത് പോകും. ആഡ് ചെയ്ത് പോയിട്ട് ആദ്യം നമ്മൾ കോൾ ചെയ്യുന്നത് BFS ആണ്. BFS ഓഫ് 2 പോളിഗോൺ. വെർട്ടെക്സ് 2 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് നമുക്ക് ചെയ്യാം. BFS ഓഫ് 2 പോളിഗോൺ. BFS ഓഫ് 2 പോളിഗോൺ അതാണ് നമ്മൾ തുടങ്ങുന്നത്. ഗ്രാഫ് ബിൽഡ് ചെയ്യാനുള്ളത് ആക്ച്വലി നമ്മളിവിടെ ഗ്രാഫ് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആഡ് എഡ്ജ് കോൾ ചെയ്യുമ്പോൾ ഇതിനകത്താണ് ഗ്രാഫ് ക്രിയേറ്റ് ആയി പോകുന്നത്. ഗ്രാഫിനെ അപ്പൻഡ് ചെയ്ത് പോകണം, ഓരോ എഡ്ജസ് അപ്പൻഡ് ചെയ്ത് പോകണം. എന്നിട്ട് BFS കോൾ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് നോഡ് കൊടുത്തു, വിസിറ്ററിനെ ഒരു എംപ്റ്റി സെറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ക്യൂവും DQ വെച്ചിട്ടാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തത്. ക്യൂ വെച്ചിട്ടാണ് BFS നമ്മൾ ചെയ്യുന്നത്. ക്യൂ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം DQ ചെയ്യും, ടാർഗറ്റ് വെച്ചിട്ട് PQ ചെയ്യും. എന്നിട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ എംപ്റ്റി സെറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ക്യൂ എംപ്റ്റി ആവുന്ന വരെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ഡോട്ട് ടോപ്പ് ലെഫ്റ്റ്. അപ്പോൾ വെർട്ടെക്സ് ഇതുവരെ വിസിറ്റ് ചെയ്യാത്ത വെർട്ടെക്സ് ആണെങ്കിൽ അതിനെ ആഡ് ചെയ്യണം. എന്നിട്ട് റിസൾട്ടിൽ ആ വെർട്ടെക്സിനെ അപ്പൻഡ് ചെയ്യണം. എന്നിട്ട് വീണ്ടും നമ്മുടെ അൺവിസിറ്റഡ് നെയ്ബേഴ്സ് എന്തൊക്കെയാണ് ആ പെർട്ടിക്കുലർ നോഡിനുള്ളത് അതിനെ എല്ലാത്തിനെയും വീണ്ടും ക്യൂയിലേക്ക് ആഡ് ചെയ്യണം. ക്യൂടെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ക്യൂയിലേക്ക് ആഡ് ചെയ്യും. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് നടക്കണം അങ്ങനെയായിട്ട്. നമ്മൾ ഒരു നോഡ് വിസിറ്റ് ചെയ്യും, എന്നിട്ട് അതിന്റെ നെയ്ബേഴ്സിനെയൊക്കെ ചെക്ക് ചെയ്യും, വിസിറ്റ് ചെയ്തിട്ടുണ്ടോ. വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ വിസിറ്റ് ചെയ്ത് പോകും. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞാൽ ഒരു നോഡ് വിസിറ്റ് ചെയ്തു, വീണ്ടും അടുത്ത നോഡ് വിസിറ്റ് ചെയ്തു, വീണ്ടും അടുത്ത നോഡ്. പക്ഷെ ഡെപ്ത് ആയിട്ടാണ് പോകുന്നത്. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞാൽ ഒരു നോഡ് വിസിറ്റ് ചെയ്ത് അതിന്റെ നെയ്ബേഴ്സിനെയൊക്കെ വിസിറ്റ് ചെയ്ത് തീർന്നിട്ടാണ് അടുത്ത നോഡ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അതാ ചെയ്യുന്നത്. ഒരു നോഡ് വിസിറ്റ് ചെയ്തു, അതിന്റെ റിസൾട്ട് അത് അൺവിസിറ്റഡ് നോഡാണെങ്കിൽ അതിന്റെ റിസൾട്ടിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് അതിന്റെ നെയ്ബേഴ്സിനെ ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതിനെല്ലാം ക്യൂയിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ ആ നെയ്ബേഴ്സിനെ ഒക്കെ ഐട്രേറ്റ് ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ട് അടുത്ത നോഡിലേക്ക് പോകും. ഇവിടെ BFS ചെയ്യുന്നത്. അടുത്ത നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാനുള്ളത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണ്. ഡെപ്ത് ഫസ്റ്റ് സെർച്ച് നമ്മൾ റിക്കേഴ്സീവ് ആയിട്ടാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ സ്റ്റാർട്ട് 2 നമ്മൾ കൊടുത്തിട്ട് വിസിറ്റഡ് ഈക്വൽസ് ടു നൺ. ഡിഫോൾട്ട് വാല്യൂ വിസിറ്ററിന്റെ വാല്യൂ നണ്ണും റിസൾട്ടിന്റെ വാല്യൂ നണ്ണായിട്ടാണ് ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിലാണ് ഈ വിസിറ്റഡ് നണ്ണായിട്ടും റിസൾട്ട് നണ്ണായിട്ടും വരുന്നത്. അപ്പൊ വിസിറ്റഡ് നണ്ണാണെങ്കിൽ അതിനെ നമ്മൾ എംപ്റ്റി സെറ്റ് വെച്ച് ഇനീഷ്യലൈസ് ചെയ്യും. അതുപോലെ തന്നെ റിസൾട്ട് നണ്ണാണെങ്കിൽ അതിനെ എംപ്റ്റി സെറ്റ് വെച്ച് എംപ്റ്റി ലിസ്റ്റ് വെച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. എന്നിട്ട് വിസിറ്റഡിലേക്ക് നമ്മൾ സ്റ്റാർട്ടിംഗ് നോഡിനെ ആഡ് ചെയ്തു, അതുപോലെ തന്നെ റിസൾട്ടിലേക്കും സ്റ്റാർട്ടിംഗ് നോഡിനെ ആഡ് ചെയ്തു. എന്നിട്ട് ആ ഗ്രാഫിലെ സ്റ്റാർട്ടിന്റെ നെയ്ബറിന് സെൽഫ് ഡോട്ട് ഗ്രാഫ് ഡോട്ട് ഗെറ്റ് സ്റ്റാർട്ടിന്റെ നെയ്ബറിനെ ഗെറ്റ് ചെയ്യണ വരെ, ആ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യണ വരെ നെയ്ബർ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും റിക്കേഴ്സീവ് ആയിട്ട് നെയ്ബറിനെ നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും റിക്കേഴ്സീവ്ലി നമ്മളുടെ ഡെപ്ത് ഫസ്റ്റ് സെർച്ചിനെ കോൾ ചെയ്യും. പക്ഷെ ഒരു നോഡ് വിസിറ്റ് ചെയ്തു, എന്നിട്ട് അതിന്റെ അടുത്ത നോഡിനെ വിസിറ്റ് ചെയ്തു. ഡെപ്ത് ആയിട്ടാണ് പോകുന്നത്. പകരം നെയ്ബേഴ്സ് ആയിട്ട് ഒരു നെയ്ബറിനെ വിസിറ്റ് ചെയ്തിട്ട് അതിന്റെ അടുത്ത നെയ്ബേഴ്സിനെ നോക്കും. എന്നിട്ട് അടുത്ത നെയ്ബർ ഒരാളെ കണ്ട ആ നെയ്ബറിന്റെ അടുത്ത നെയ്ബേഴ്സിനെ നോക്കും. അങ്ങനെ അങ്ങനെ പോകും. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞാൽ ഒരു നോഡിന്റെ നെയ്ബറിനെ വിസിറ്റ് ചെയ്തതിന് അതിന്റെ എല്ലാ നെയ്ബേഴ്സിനെയും കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകും. അപ്പോൾ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് അതുപോലെ റിക്കേഴ്സീവ് ആയിട്ട് കമ്പ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് റിട്ടേൺ ചെയ്യും. ഇതാണ് നമ്മുടെ DFSഉം BFSഉം വർക്ക് ചെയ്യുന്നത്. ഡെപ്ത് ഫസ്റ്റ് സെർച്ചിന്റെയും ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിന്റെയും കോഡ് കാണാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. വിളിച്ചാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഹലോ മാം, A star algorithm explain ചെയ്യുന്നതായിരുന്നു. കേട്ടില്ല. A star algorithm. ഇല്ലടാ, എത്തിയിട്ടില്ല അവിടെ. ഹലോ, ഇപ്പൊ audible ആണോ? പറഞ്ഞിട്ടില്ല, അത് എത്തിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറയാൻ പറ്റുമോ? ഏത് അൽഗോരിതം?
അല്ല അതിന്റെ കോഡ് ഞാൻ പറയാം. ഞാൻ ബാക്കി പറഞ്ഞു പോയിട്ട് രണ്ടെണ്ണം കൂടി ഉണ്ട്, അത് കഴിഞ്ഞ് ഈ സ്റ്റാറും കൂടി പറയാം. അപ്പോൾ BFSഉം DFSഉം കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് IDDFS ആണ്. IDDFS എന്തിനുള്ള അൽഗോരിതം അറിയോ ആർക്കെങ്കിലും? വാട്ട് ഈസ് IDDFS അൽഗോരിതം? ആർക്കെങ്കിലും അറിയോ? എന്താണ് IDDFS അൽഗോരിതം എന്ന് അറിയോ? നിങ്ങൾക്ക് അൽഗോരിതം അറിയാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വേറൊന്നും പറഞ്ഞു പോവാത്തത്. ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ചോദിക്കുന്നത്. ആർക്കെങ്കിലും അറിയാം എന്താണ് ഈ IDDFS അൽഗോരിതം? ഓക്കെ, IDDFS അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും ഡെപ്ത് ഫസ്റ്റ് സെർച്ചും രണ്ടിന്റെയും ബെസ്റ്റ് ഫീച്ചേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത അൽഗോരിതമാണ് IDDFS അൽഗോരിതം. എന്നുവെച്ചാൽ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും ഉണ്ട്, ഡെപ്ത് ഫസ്റ്റ് സെർച്ചും ഉണ്ട്. രണ്ടിനെയും കൂടി എടുത്തിട്ട് രണ്ടിന്റെയും ബെസ്റ്റ് ഫീച്ചേഴ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത അൽഗോരിതമാണ് IDDFS അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ചാൽ വർക്കിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് തുടങ്ങും. ആദ്യം നമ്മൾ നമ്മുടെ ഗ്രാഫിനെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് സ്റ്റാർട്ട് 0, goal equals to 8, maximum depth equals to 4. എന്നിട്ട് searching for path from start to goal with maximum depth പ്രിന്റ് ചെയ്തു. എന്നിട്ടാണ് നമ്മൾ ഗ്രാഫിന്റെ IDDFSനെ കോൾ ചെയ്യുന്നത്. സ്റ്റാർട്ട്, ഗോള്, മാക്സ് ഡെപ്ത് ആണ് അതിനകത്ത് പാരാമീറ്റേഴ്സ് ആയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. IDDFSലേക്ക് കോൾ ചെയ്യുമ്പോൾ ആദ്യം IDDFS നോക്കിയിട്ട് ഫോർ ഡെപ്ത് ഇൻ റേഞ്ച് ഓഫ് മാക്സ് ഡെപ്ത് പ്ലസ് 1. അപ്പൊ ഇവിടെ നമ്മൾ മാക്സ് ഡെപ്ത് കൊടുത്തേക്കുന്നത് 4 ആണ്. അപ്പോൾ ഡെപ്ത് ഇൻ റേഞ്ച് ഓഫ് 5. എന്നിട്ട് ഇഫ് സെൽഫ് ഡോട്ട് DFS ലിമിറ്റ് സ്റ്റാർട്ട്, ഗോൾ, ഡെപ്ത് ട്രൂ ആയാൽ ട്രൂ റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഈ DFS ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇവിടെ ഡെപ്ത് ലിമിറ്റഡ് DFS എന്ന് വെച്ചാൽ എൻറ്റയർ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ചെയ്യാണ്ട് പകരം ആ ഡെപ്തിനെ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ട് DFSനെ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ സ്റ്റാക്കില് സ്റ്റാർട്ടും 0 ആയിട്ടാണ്. എന്ന് വെച്ചാൽ നോഡ് ഏതാണെന്നും കറന്റ് ഡെപ്തും ആണ്. നമ്മൾ BFSന്റെ സ്റ്റാക്ക് കണ്ടപ്പോൾ നമ്മൾ കണ്ടു അവിടെ നോഡ് മാത്രമാണ് സ്റ്റാക്ക് കീപ്പ് ചെയ്യണത്. പകരം ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചാൽ നോഡും കീപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഡെപ്തും കീപ്പ് ചെയ്യും. എന്നിട്ട് വിസിറ്റഡ് നോഡ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് സ്റ്റാക്ക് എംപ്റ്റി ആവണ വരെ നോഡ് കറന്റ് ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി സ്റ്റാക്ക് ഡോട്ട് പോപ്പ് ചെയ്തു. എന്നിട്ട് ഈ നോഡ് നമ്മുടെ ഗോൾ ആണെങ്കിൽ എന്ന് വെച്ചാൽ ട്രാവേഴ്സിലാണല്ലോ, ഒരു നോഡിൽ നിന്ന് മറ്റേ നോഡിലേക്ക് ട്രാവേഴ്സിലാണ്. അപ്പോൾ ഈ നോഡ് ഗോൾ നമുക്ക് എത്തേണ്ട നോഡാണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യാം. അതല്ലെങ്കിൽ നോഡ് വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആൻഡ് കറന്റ് ഡെപ്തിനേലും ലെസ് ആണെങ്കിൽ ആ നോഡിനെ വിസിറ്റഡ് നോഡായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ നെയ്ബറിനെ ചെക്ക് ചെയ്യുക. ആ നെയ്ബറിംഗ് നോഡിനെ കറന്റ് ഡെപ്ത് പ്ലസ് 1 ആക്കിയിട്ട് സ്റ്റാക്കിൽ അപ്പെൻഡ് ചെയ്യുക. ഇങ്ങനെ റിക്കേഴ്സീവ് ആയിട്ട് ഇത് എന്നുവെച്ചാൽ ലൂപ്പില് സ്റ്റാക്ക് എംപ്റ്റി ആവണ വരെയും ഈ ഐട്രേഷൻ നടക്കും. ഈ ഡെപ്ത് സെർച്ച് പോലെ ചെയ്ത് ഫൈനലി വി ഗെറ്റ് ദ എൻറ്റയർ ട്രാവേഴ്സൽ. എന്നിട്ട് സ്റ്റാർട്ട് ടു എൻഡ് കിട്ടുകയാണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആ മാക്സ് ഡെപ്തിനുള്ളിൽ നമുക്ക് ഗോളിൽ വരെയും എത്താൻ പറ്റിയാൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഇതാണ് IDDFS എന്ന് പറഞ്ഞ കോഡ്. ഇനി വി ഹാവ് ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ളതാണ് ബെസ്റ്റ്
ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞ കോഡ്. ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മള് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ട്രാവേഴ്സ് ചെയ്യാമെന്നും കൂടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ജസ്റ്റ് ട്രാവേഴ്സൽ അല്ല, പകരം സ്റ്റാർട്ട് ടു ഫിനിഷിലേക്ക് എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ എങ്ങനെ ബെസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാമെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച്, അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് നോഡ് ഏതാണ്, ഗോൾ നോഡ് ഏതാണ്, ഹ്യൂറിസ്റ്റിക് എന്ന് വെച്ചാൽ ഓരോ നോഡ് വിസിറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് എത്ര വരും എന്നുള്ളത്. ഇത്രയും വാല്യൂസ് നമ്മൾ പാസ് ചെയ്യും. പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിലേക്ക് പോയി. ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിലേക്ക് ഹലോ വിസിബിൾ അല്ലേ? ഓക്കെ. ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിലേക്ക് പോയി. ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിലേക്ക് പോയിട്ട് നമ്മൾ നോക്കും നമ്മുടെ ഓപ്പൺ ലിസ്റ്റ് എം ടി ആയിട്ട് വെച്ചു. എന്നിട്ട് ഇവിടെ നമ്മളൊരു ഹീപ്പിന്റെ കോൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അവിടെയൊക്കെ സ്റ്റാക്ക് യൂസ് ചെയ്ത സമയത്ത് ഇവിടെ നമ്മളൊരു ഹീപ്പാണ് യൂസ് ചെയ്യുന്നത്. ഹീപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മുടെ ഓപ്പൺ ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പ്രയോറിറ്റി ക്യൂ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നോട്ട്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ ലിസ്റ്റും, അതുപോലെ തന്നെ സ്റ്റാർട്ടിൽ നിന്ന് സ്റ്റാർട്ടിലേക്ക് ട്രാവേഴ്സ് ചെയ്യാനുള്ള ഹ്യൂറിസ്റ്റിക്കും, ഈ രണ്ട് വാല്യൂസും നമ്മുടെ ഹീപ്പിലേക്ക് പുഷ് ചെയ്യും. എന്നിട്ട് ഏത് നോഡിൽ നിന്ന് വെച്ചാൽ പ്രീവിയസ് നോഡ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കെയിം ഫ്രം എന്ന് പറഞ്ഞ വാല്യൂ, പിന്നെ ട്രാവേഴ്സൽ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ജി സ്കോർ എന്ന് പറഞ്ഞ വാല്യൂ വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഓപ്പൺ ലിസ്റ്റ് എം ടി ആവണ വരെയും കോഡ് കണ്ടിന്യൂ ചെയ്തു പോകും. അപ്പൊ ഓപ്പൺ ലിസ്റ്റ് പോകുന്നവരെ ഹലോ വിസിബിൾ അല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഓപ്പൺ ലിസ്റ്റ് എം ടി ആവണ വരെയും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ
ആദ്യം ഫസ്റ്റ് വാല്യൂ ഹീപ്പിൽ നിന്ന് പോപ്പ് ചെയ്തിട്ട് കറന്റ് പക്ഷെ ഇപ്പോഴത്തെ കറന്റ് നോഡ് ഗോളും സെയിം ആണോ എന്ന് നോക്കും. ആണെങ്കിൽ പ്രീവിയസ് വാല്യൂ വെച്ചിട്ട് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത് പോകും നമുക്ക് എൻറ്റയർ പാത്ത് കിട്ടാൻ വേണ്ടി. ഇനി അതല്ലെങ്കിൽ നെയ്ബറിംഗ് നോട്ട്സിനെ ചെക്ക് ചെയ്യും. നെയ്ബറിംഗ് നോട്ട്സിനെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഈ നെയ്ബറിംഗ് നോട്ട്സ് വെച്ചിട്ട് നമുക്ക് സ്കോർ എന്ന് വെച്ചാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മിനിമൽ കോസ്റ്റിൽ മിനിമൽ നമ്പർ ഓഫ് നോട്ട്സ് മിനിമൽ കോസ്റ്റിൽ എൻറ്റയർ ഇതിനെ ട്രാവേഴ്സ് ചെയ്ത് പോകാൻ പറ്റണം. ആ ട്രാവേഴ്സ് ചെയ്യുന്ന രീതിയിലാണ് ഈ ലൂപ്പ് എഴുതിയിരിക്കുന്നത്. ആ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മിനിമം കോസ്റ്റിൽ എൻറ്റയർ ഇതിന് ഇനി ഇത് പോസിബിൾ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന നണ്ണാണ്. അതല്ലെങ്കിൽ നമുക്ക് ആ പാത്ത് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നൺ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ പോസിബിൾ അല്ല ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അതല്ലെങ്കിൽ നണ്ണായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ഫ്രം എ ടു ജി, എ ടു സി, സി ടു എഫ്, എഫ് ടു ജി എന്നുള്ള പാത്താണ്. അപ്പോൾ ഇതാണ് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് അൽഗോരിതം. ഇനി ഒരു സെക്കൻഡ് ഞാൻ എ സ്റ്റാർ അൽഗോരിതം കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ എ സ്റ്റാർ അൽഗോരിതം. എ സ്റ്റാർ അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലെ തന്നെയാണ്. എ സ്റ്റാർ അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നേരത്തെ ചെയ്ത ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് പോലെ തന്നെയാണ് എ സ്റ്റാർ അൽഗോരിതം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഹ്യൂറിസ്റ്റിക്കും ഇതൊക്കെ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ എ സ്റ്റാർ അൽഗോരിതത്തിനെ കോൾ ചെയ്യും. ജി ഡോട്ട് എ സ്റ്റാർ സ്റ്റാർട്ട് ഗോൾ ഹ്യൂറിസ്റ്റിക് കോൾ ചെയ്തു. കോൾ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫംഗ്ഷൻ നോക്കാം. എ സ്റ്റാർ കോൾ ചെയ്തു. എ സ്റ്റാറിൽ എത്തുമ്പോൾ ഇവിടെ നമുക്ക് പ്രയോറിറ്റി ക്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എ സ്റ്റാർ അൽഗോരിതത്തിൽ ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പ്രയോറിറ്റി ക്യൂ ക്രിയേറ്റ് ചെയ്തേക്കണ മിൻ ഹീപ്പ് വെച്ചിട്ടാണ്. മിൻ ഹീപ്പ് വെച്ചിട്ട് പ്രയോറിറ്റി ക്യൂ യൂസ് ചെയ്ത് നോട്ട്സിനെ അതിന്റെ എഫ് സ്കോർ ബേസിസിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും നോട്ട്സിനെ. എന്നിട്ട് അതിന്റെ ബേസിസിൽ സ്കോറിനെ കാൽക്കുലേറ്റ് ചെയ്യും ഓരോ ഇതിന്റെ. അപ്പൊ ഇവിടെ ജി സ്കോറും എഫ് സ്കോറും എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് ഉണ്ട്. ഓരോ നെയ്ബറിന്റെയും ജി സ്കോറും എഫ് സ്കോറും കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് പ്രയോറിറ്റി ക്യൂ യൂസ് ചെയ്യും നമ്മൾ ഇത് ലോവസ്റ്റ് എഫ് സ്കോർ ഉള്ള നോട്ട്സ് ആണ് നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യണേ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പ്രയോറിറ്റി ക്യൂ യൂസ് ചെയ്യും. പക്ഷെ മിൻ ഹീപ്പ് യൂസ് ചെയ്യും. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്, റീകൺസ്ട്രക്ട് പാത്ത് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ റീകൺസ്ട്രക്ട് പാത്ത് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവസാനം സ്റ്റാർട്ട് നോഡിൽ നിന്ന് ഗോൾ നോഡ് എത്തിയ ആ എൻറ്റയർ റൂട്ടിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ കോഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ മറ്റോടത്തെ പോലെ തന്നെ നമ്മുടെ കയ്യിൽ ഓപ്പൺ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു എം ടി ലിസ്റ്റ് ഉണ്ട്. എം ടി ലിസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാവേഴ്സ് ചെയ്തോ ഇല്ലെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ട്രാവേഴ്സ് ചെയ്തിട്ടുള്ള ആ ഇത് ട്രാവേഴ്സ് ചെയ്ത ആ നമ്മുടെ നോട്ട്സ് എല്ലാ നോട്ട്സിന്റെയും ലിസ്റ്റ് വരുന്ന ഒരു ലിസ്റ്റാണ് ഓപ്പൺ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് ഹീപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പ്രയോറിറ്റി ഹീപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ബെസ്റ്റ് എഫ് എസിൽ നമ്മൾ ജി സ്കോർ മാത്രമാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ പകരം ജി സ്കോറും ഉണ്ട് എഫ് സ്കോറും ഉണ്ട്. ഇനി ഓപ്പൺ ലിസ്റ്റ് എം ടി ആവണ വരെയും കമ്പ്യൂട്ട് ചെയ്യും. അപ്പോൾ ആദ്യം കറന്റ് നോഡ് ചെക്ക് ചെയ്യും. കറന്റും ഗോളും സെയിം ആണ്. നമുക്ക് നമ്മുടെ
എത്തി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ എവിടെയാണോ ഏത് നോഡാണോ നമ്മുടെ ടാർഗറ്റ്, ആ ടാർഗറ്റ് നോഡ് എത്തി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് അതല്ലെങ്കിൽ നമ്മൾ ഒരു ഫോർ ലൂപ്പ് എഴുതും. നെയ്ബർ, അതുപോലെ തന്നെ വെയിറ്റ്, പിന്നെ എന്നുവെച്ചാൽ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ എൻറ്റയർ ഗ്രാഫിൽ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആദ്യം നമ്മൾ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ജി സ്കോർ കമ്പ്യൂട്ട് ചെയ്യും. എന്ന് വെച്ചാൽ കറണ്ട് ജി സ്കോർ പ്ലസ് വെയിറ്റ് ആണ് നമ്മുടെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ജി സ്കോർ. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഇപ്പൊ ഈ നെയ്ബർ ജി സ്കോറിന്റെ ലിസ്റ്റിലില്ല. അതുപോലെ തന്നെ ടെൻറ്റേറ്റീവ് ജി സ്കോർ എന്ന് പറഞ്ഞാൽ നെയ്ബറിന്റെ ജി സ്കോറിനേലും കുറവാണെങ്കിൽ നെയ്ബറിന്റെ ജി സ്കോറിനെ നമ്മൾ ടെൻറ്റേറ്റീവ് ജി സ്കോർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ തന്നെ എഫ് സ്കോറിന്റെ വാല്യൂ, നെയ്ബറിന്റെ എഫ് സ്കോറിനെ ടെൻറ്റേറ്റീവ് ജി സ്കോർ പ്ലസ് ഹ്യൂറിസ്റ്റിക് ആണ്. ആ പെർട്ടിക്കുലർ നെയ്ബറിന്റെ ഹ്യൂറിസ്റ്റിക് എത്രയാണ് വരുന്നത് എന്നുള്ളതാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ നെയ്ബറിനെ നമ്മൾ പുഷ് ചെയ്യും, നമ്മുടെ ഹീപ്പിലേക്ക് പുഷ് ചെയ്യും. എന്നിട്ട് കെയിം ഫ്രം എന്നുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ബാക്കിലേക്ക് പോകണ്ട. കെയിം ഫ്രം എന്നുള്ള വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നത് കറന്റ് നോഡാണ്. ഇതുപോലെ വീണ്ടും അടുത്ത നോഡിലേക്ക് പോകും. അടുത്ത നോഡിലും ഇതുപോലെ തന്നെ ജി സ്കോർ ഇതും കമ്പ്യൂട്ട് ചെയ്യും. ഇതുപോലെ ഐട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ലോവസ്റ്റ് എഫ് സ്കോർ ഉള്ള വാല്യൂവിനെ ഓപ്പൺ ലിസ്റ്റിൽ നിന്ന് പോപ്പ് ചെയ്യും. എന്നിട്ട് പോപ്ഡ് നോഡാണ് നമ്മുടെ ഗോൾ എങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ പാത്തിനെ റീകൺസ്ട്രക്ട് ചെയ്യും. അതല്ലെങ്കിൽ ഓരോന്നിന്റെയും ടെൻറ്റേറ്റീവ് ജി സ്കോർ കമ്പ്യൂട്ട് ചെയ്യും. എന്നുവെച്ചാൽ ജി സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ്, നമ്മുടെ നെയ്ബറിലേക്ക് എത്താനുള്ള ആക്ച്വൽ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ സ്കോർ പ്രീവിയസ്ലി റെക്കോർഡഡ് ജി സ്കോറിനേലും കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ആ നെയ്ബർ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജി സ്കോർ വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്യും. അതല്ലെങ്കിൽ നമ്മുടെ എഫ് സ്കോർ അല്ല ജി സ്കോർ വാല്യൂവിനെ അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് എഫ് സ്കോറിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ നെയ്ബറിനെ ഓപ്പൺ ലിസ്റ്റിലേക്ക് പുഷ് ചെയ്യും. എന്നിട്ട് ഈ കറന്റ് നോഡിനെ പ്രീവിയസ് നോഡായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ ഇത് ചെയ്തിട്ട് ദെൻ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ നോഡും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് എല്ലാ നോഡും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ആ പാത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നൺ റിട്ടേൺ ചെയ്യും. എന്നുവെച്ചാൽ മിനിമം വാല്യൂവിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ആ പാത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നൺ റിട്ടേൺ ചെയ്യും. അതല്ലെങ്കിൽ റീകൺസ്ട്രക്ട് പാത്ത് കോൾ ചെയ്തിട്ട് ബാക്ക് ഓരോ നോഡിന്റെയും പ്രീവിയസ് നോഡ് ചെക്ക് ചെയ്ത് നമ്മൾ പാത്ത് റീകൺസ്ട്രക്ട് ചെയ്തിട്ട് ആ പാത്ത് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എ സ്റ്റാർ അൽഗോരിതം. ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം എ സ്റ്റാർ യൂസ് ചെയ്തിട്ട് എ ടു ജി സെർച്ച് ചെയ്യുമ്പോൾ പാത്ത് കിട്ടിയത് ACF. ഇതാണ് നിങ്ങളുടെ എ സ്റ്റാർ അൽഗോരിതം വരുന്നത്. അപ്പോ ഇതോടെ നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ അൽഗോരിതംസും ഞാൻ ഡിസ്കസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? എന്തെങ്കിലും എന്തെങ്കിലും ചോദിക്കാം? ഹലോ മാം. ആ പറഞ്ഞോളൂ മാം, ഈ എ സ്റ്റാറിന്റെ കോഡ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ എല്ലാ കോഡും ഷെയർ ചെയ്യാം. ഇന്നത്തെ കോഡൊക്കെ കിട്ടിയില്ലേ? ഞാൻ ശ്രീരാഗിന് അയച്ചിരുന്നു. ഞാൻ ഷെയർ ചെയ്തിടാം. ഇന്നിപ്പോ ഡിസ്കസ് ചെയ്ത എല്ലാ കോഡും ഞാൻ ഷെയർ ചെയ്തേക്കാം. ശ്രീരാഗിന് ഇപ്പൊ തന്നെ അയച്ചിടാം. ഓക്കെ, ബാക്കി എല്ലാ കോഡും ഞാൻ ഇപ്പൊ തന്നെ അയച്ചിടാം. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. എന്നാ എനിക്ക് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ടാ. നാളെ എപ്പോഴാണ് നിങ്ങൾക്ക് എക്സാം? ഓ ഓക്കെ, എന്നാ അപ്പൊ ഇത്രയും മതി. നിങ്ങൾ പോയി പഠിച്ചോ. ഞാൻ കോഡ് ഇപ്പൊ തന്നെ ഷെയർ ചെയ്തത്. ഓക്കെ, ഫൈൻ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ശരി. താങ്ക് യു. ബൈ.